ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ആദ്യമായ ഒരു അറിയിപ്പുണ്ട്. സഹകാരി റൈസ് പ്ലസ് എന്ന 2021 സ്ഥാപിതമായ റെനൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മെയിൻസിന്റെ എക്സ്ക്ലൂസീവ് സൗജന്യമായിട്ടുള്ള കോച്ചിങ് ക്യാമ്പയിൻ, കോച്ചിങ് പ്രോഗ്രാം നടക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇന്ന് തന്നെ അറിഞ്ഞുകൊള്ളുക. അതായത് ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നത് നിങ്ങളുടെ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ ഉറപ്പ് തരുന്നു. നിങ്ങൾ UGCയുടെ ജനസിസ് എന്ന് പറയുമ്പോഴത്തേക്കും തുടക്കം തൊട്ട് ഒടുക്കം വരെ എന്ന് ഞാൻ പറയുന്നില്ല, ഹിസ്റ്ററി അല്ലേ, ഫോർമേഷൻ തൊട്ട് ഹിസ്റ്ററി വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ UGC ആക്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് UGC 1953 എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ UGC ആക്ട് 1956 എന്നും പറഞ്ഞിട്ടുണ്ട്. 53യും 56ഉം നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന കാര്യമാണ്. അതുപോലെ എപ്പോഴും തിരിഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങൾ എവിടെയുണ്ട്, UGCക്ക് അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് പഠിച്ചു പോകാം. അതിനുശേഷം അതായത് നമുക്ക് ആക്ട് പഠിച്ചതിന് ശേഷം ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള UGCയുടെ അപ്ഡേറ്റുകളും അതുപോലെ നിലവിലത്തെ പ്രവർത്തന രീതികൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം. കാരണം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ജോലിക്കും കൂടെ വേണ്ടിയാ പഠിക്കുന്നതല്ലേ. എന്താ ജോലി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി പോയിരിക്കുമ്പോൾ UGCയെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലേ പണി പാളും അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളതൊരു പ്രാക്ടിക്കൽ സെൻസിൽ തന്നെ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. അതുപോലെ എല്ലാ ക്ലാസ്സിന്റെയും തുടക്കത്തിൽ പറയുന്ന പോലെ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ ഫോണിന്റെ DND മോഡ് ഓൺ ആക്കി ഇട്ടതിന് ശേഷം മാത്രം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ അവസാന നിമിഷം വരെ കാണുക. കാരണം അവസാന നിമിഷത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺസും അടക്കമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കണ്ടത് എഫക്റ്റീവ് ആകണമെന്ന് മനസ്സിലാക്കണ്ടേ. ഒറ്റ ക്ലാസ്സിൽ കണ്ട് തന്നെ പഠിച്ചു പോകുന്ന കുട്ടിയാണോ നീ എന്ന് മനസ്സിലാക്കണ്ടേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. അപ്പോൾ സൗജന്യ ക്ലാസിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, എടാ എൻറ്റയർലി ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ് കേട്ടോ. ഫ്രീ ആണെന്ന് കരുതി തട്ടിക്കൂട്ട് പ്രോഗ്രാം ഒന്നുമല്ല മക്കളെ, മെന്റർഷിപ്പ് അടക്കമുള്ള പ്രോഗ്രാമാണ്. ഓരോ ഗ്രൂപ്പിനും ഒരു മെന്ററാണ്. ഒരു ചെറിയ ഗ്രൂപ്പാക്കി തിരിച്ചുകൊണ്ട് മെന്റർഷിപ്പ് പ്രോഗ്രാം അടക്കമുള്ള പ്രോഗ്രാമാണ്. അതിനോടൊപ്പം ഡെയിലി എക്സാമിനേഷനും വീക്കിലിയൊക്കെ എഴുതിയില്ലെന്നുണ്ടെങ്കിൽ പുറത്താക്കുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും സഹകാരിയുടെ എല്ലാ പരിപാടിയും ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും തൊട്ടടുത്ത് വന്ന നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയിരുന്നു ഡിവിഷണൽ അക്കൗണ്ടന്റ്. ഡിവിഷണൽ അക്കൗണ്ടിന്റെ എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ്. എനി ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് കേട്ടുകൊണ്ട് നമ്മൾ വിചാരിക്കും എന്താണ് BCom-കാർക്കോ MCom-കാർക്കോ CA-കാർക്കോ വേണ്ടിയുള്ള പരീക്ഷ. ഒരിക്കലും അല്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയും സഹകാരി റൈസ് പ്ലസ് തൂക്കിയിരിക്കുകയാണ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. അപ്പോൾ അതിൽ 1ാം റാങ്ക് നമ്മുടെ പ്രിയപ്പെട്ട പാർവതി വേണുഗോപാൽ. അക്കൗണ്ടിങ്ങിന്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു കുട്ടിയാണ്. വൺ ഓഫ് ദ ഗ്ലോറിഫൈഡ് പോസ്റ്റ് ആണ് നമ്മുടെ കേരള PSCയിൽ. അതുപോലെ ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു KS മോഡൽ അല്ലേ. ആദ്യം ഒരു പ്രിലിംസും പിന്നെ മെയിൻസ് എന്ന് പറയുമ്പോൾ എഴുത്തു പരീക്ഷ മോഡൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഇനി അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ നമ്മൾ തൂക്കിയിരിക്കും. ഇത് സഹകാരിയുടെ വാക്കാണ്. സഹകാരിയുടെ വാക്ക് ഇതുവരെ വെറും വാക്കായിട്ടില്ല. അപ്പോൾ എല്ലാ ക്ലാസ്സിലെയും പോലെ തന്നെ ആദ്യം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വേർ ദ 3 യൂണിവേഴ്സിറ്റീസ് ദാറ്റ് കെയിം അണ്ടർ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി വിച്ച് വാസ് ഫോംഡ് ബേസ്ഡ് ഓൺ ദ സർജന്റ് റിപ്പോർട്ട് 1944-45. 44-45 സർജൻ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. എന്നാൽ കൂടി നമ്മൾ UGC ഇത് മൊത്തം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നോടിയായിട്ടുള്ള മക്കാളേസ് മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളെ ഒന്ന് സംഗ്രഹിച്ചു തരും നിങ്ങൾക്ക്. കാരണം നമുക്ക് ഇപ്പോൾ സർജൻ റിപ്പോർട്ട് ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ UGCയുടെ ജനസിസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റിയെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ തവണ മെയിൻസിന് 2023 ചോദിച്ച ചോദ്യമാണ്. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളത് സിമ്പിളായിട്ട് ആൻസർ പറയാൻ കേപ്പബിൾ ആകും. അടുത്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. UGC ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ടു റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, UGC ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. 2 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. വളരെ ലളിതമായ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ വായിച്ചിട്ട് പോയ ആൾക്കാർക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടുന്ന ആ ഒരു പരീക്ഷയായിരുന്നു കഴിഞ്ഞ തവണ അല്ലേ. 13 മാർക്കാണ് മക്കളെ നമുക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്ക്. ഈ 13 മാർക്ക് നിങ്ങളെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആക്കും. ഓക്കെ, ഈ 13ൽ നിങ്ങളൊരു 10നും 12നും ഇടയ്ക്ക് മാർക്ക് വാങ്ങുന്ന ആൾക്കാരായിരിക്കും ടോപ്പിൽ വരിക കേട്ടോ. നമുക്ക് അതിനകത്ത് ഒരു 1-2 മാർക്ക് നമുക്ക് വിടാം. ഓക്കെ, വിട്ടാലും കുഴപ്പമില്ല. എന്തായാലും 13ന് പഠിച്ചു പോകലാണ്. അതുപോലെ മാത്രമല്ല ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തറവാകും. ആക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്നാത്തിനാ ഈ കിടന്ന് വായിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വേറെ തള്ളലും പിടിക്കുന്നൊന്നുമില്ല, ഓൺലി കണ്ടന്റ് മാത്രം. നോക്കാം.
ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ PSC പരീക്ഷയിലെ നെറ്റ് എക്സാമിനേഷൻസ് ആണ്. നെറ്റ് എക്സാമിനേഷൻസ് നമ്മുടെ UGC വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണല്ലേ. അപ്പൊ നെറ്റ് എക്സാമിനേഷനുകളിൽ നമുക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ യൂണിയൻ ഗവൺമെന്റ് ഡിസൈഡഡ് ദാറ്റ് ഓൾ കേസസ് പെർട്ടൈനിങ് ടു ദ അലോക്കേഷൻ ഓഫ് ഗ്രാന്റ്സ് ഇൻ എയ്ഡ് ഫ്രം പബ്ലിക് ഫണ്ട്സ് ടു ദ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതർ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് മൈറ്റ് ബി റെഫേർഡ് ടു ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ തന്നെ ഈ ഫണ്ട് എല്ലാം കൊടുത്തോട്ടെ എന്ന് ആര് നമ്മുടെ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്ത വർഷം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് അന്ന് നെറ്റിന്റെ പരീക്ഷയിൽ കൊടുത്തിട്ടുള്ള 1953 ആണ്. തെറ്റാണ് ആ ഉത്തരം കേട്ടോ. 1952 ആണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് റിഗാർഡിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. അല്ലെ, UGCയുടെ റെസ്പോൺസിബിലിറ്റീസ്, സ്റ്റാറ്റ്യൂട്ടറി റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ കാര്യം ആൻസർ ചെയ്യാൻ പാകത്തിലാവും. അതുപോലെ വിച്ച് among the following is the statutory function of the UGC. പിന്നെ അതേ ക്വസ്റ്റ്യൻ അല്ലേ, അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നോക്കാം എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് UGC. UGCയെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് അതിന്റെ ഉത്തരം നമുക്ക് അവസാനം കിട്ടും. ഇനി അടുത്ത BVക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി UGC. പിന്നെ റെസ്പോൺസിബിലിറ്റി അല്ലാത്തതെന്നാ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസിന്റെ വളരെ വലിയൊരു കളിയാണ്. അതുപോലെ UGC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ആര് അല്ലെ, ഏതൊക്കെ എന്തിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് UGC വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പാകത്തിനാവും. അപ്പോൾ ഇതിന്റെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ജസ്റ്റ് നോക്കാം. ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ അല്ലെ, കമ്മിറ്റി മുതൽ കമ്മീഷൻ വരെ. അതായത് 944 സാർജന്റ് റിപ്പോർട്ട് പ്രകാരം 945 കമ്മിറ്റി നിലവിൽ, അതായത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി നിലവിൽ വരുന്നു. അതിനുശേഷം അത് കമ്മീഷനായിട്ട് മാറുന്നു. അതുപോലെ എന്താണ് 28 ഡിസംബറിലെ ആ ഒരു ഇവന്റിനെ കുറിച്ച് വിശദമായിട്ട്, അതായത് നമ്മുടെ ഉദ്ഘാടന കർമ്മത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ചെയർപേഴ്സൺസ്, പ്രധാനപ്പെട്ട ചെയർപേഴ്സൺസ് ആരൊക്കെയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ഐഡന്റിറ്റി, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, മറ്റുള്ള ഓഫീസേഴ്സ്. അതിനുശേഷം നമുക്ക് ഒരു 6 റീജിയണൽ സെന്റേഴ്സ് നമുക്ക് ഇന്ത്യ ഒട്ടാകെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം 2022 അതിനുശേഷം 2022 നേരെ ഇത് റിവേഴ്സ് ചെയ്ത് ആറ് ഓഫീസും പൂട്ടിയതിനു ശേഷം പിന്നെ അതിന്റെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ഏറ്റവും ഒടുവിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മണ്ടേറ്റ്, എയിംസ് ആൻഡ് ജനറൽ ഫംഗ്ഷൻസ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6ാമത്തെ ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ പാർട്ട് 1 കംപ്ലീറ്റ് ആവും. അതിനുശേഷം അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. സമയമുണ്ടെങ്കിൽ മാത്രം അവസാനം വരെ ക്ലാസ് കണ്ടാൽ മതി. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമന്റുകൾ കുമിഞ്ഞുകൂടുമ്പോൾ മാത്രമേ ക്ലാസ്സുകൾ ഗംഭീരമാകത്തുള്ളൂ. നമുക്ക് ഇത്രയും പഠിക്കാനും ഇത്ര റിസർച്ച് ചെയ്യാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 100-ൽ 100 വാങ്ങിത്തരാനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം വേണമെങ്കിൽ എന്ത് ചെയ്യണം? കമന്റുകൾ കുന്നുകൂടണം അല്ലെ. നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുക. അതുപോലെ അടുത്തത് ഏത് ക്ലാസ് വേണമെന്ന് പറയുക. യൂട്യൂബിലാണ് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട സകലമാന കണ്ടന്റും ഇത്തവണത്തെ ഡിഗ്രി മെയിൻസിന് സഹകാരി തൂത്തുവാരുന്ന സകലമാന കണ്ടന്റുമായിട്ട് സഹകാരി വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ UGCയെ കുറിച്ച് ആ ഒരു ആമുഖം നമ്മൾ നോക്കുകയാണ്. എന്താണ് UGC? നോക്കടാ, UGC മീൻസ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. അതിൽ നമുക്ക് യാതൊരു സംശയമില്ല അല്ലെ. അതുപോലെ ദ UGC കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. UGC നിലവിൽ വന്ന വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ടത് എന്താണ്? അത് ഉദ്ഘാടനം ചെയ്ത് നിലവിൽ വന്ന വർഷം. നിങ്ങളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് 2 തരത്തിലുള്ള ലോഞ്ച് ഉണ്ടായിരിക്കും. ഒന്നെന്ന് പറയും ബീറ്റ ലോഞ്ച്. ബീറ്റ ലോഞ്ച് എന്ന് പറയുന്നത് എന്തോ മക്കളെ, നമുക്കതൊരു ടെസ്റ്റിംഗ് ലോഞ്ച് അല്ലെ. ടെസ്റ്റിംഗ് ലോഞ്ച്, നമ്മൾ അതിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ക്രമക്കേടുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് എന്തൊക്കെ തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള സാധനമാക്കി മാറ്റാം. അതിനുവേണ്ടി നടത്തുന്ന ലോഞ്ചാണ് ബീറ്റ ലോഞ്ച്. അത്തരത്തിൽ ഒരു ബീറ്റ ലോഞ്ചിനോട് ഉപമിക്കാൻ നമുക്ക് എന്ത് 1953 28 ഡിസംബർ 1953 UGC കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ UGC ഇനാഗുറേറ്റ് ചെയ്ത വർഷം ചോദിച്ചാലും എന്താണ് 1953 ആണ്. ആ കാര്യം വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട് അല്ലെ. ഫംഗ്ഷൻ ഇനിഷ്യലി ആസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെ. അതായത് നമ്മുടെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന്റെ പിൻബലമില്ലാതെയാണ് 1953 മുതൽ 56 വരെ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. അതുപോലെ അതിന്റെ കപ്പാസിറ്റി എന്തായിരുന്നു? എക്സ്പെരിമെന്റൽ
റിയൽ കപ്പാസിറ്റി ആയിരുന്നു, ഒരു ആപ്പിന്റെ ബീറ്റാ ലോഞ്ച് പോലെ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എന്താ UGC എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനാണ്. അതുപോലെ UGC കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ 28 ഡിസംബർ 1953 ആണ്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ തലയിലേക്ക് അടിച്ച് ഞാൻ കേട്ടി തരും, ആണി അടിച്ച് ഉറപ്പിച്ച് തരും കേട്ടോ, ഒരു സംശയം വേണ്ട. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നോക്ക്, UGC കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ UGC ഇനാഗുറേറ്റ് ചെയ്ത വർഷം അല്ലേ, അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് തുടങ്ങിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1953 ആണ്. ഡേറ്റ് ഡിസംബർ 28. ആ വർഷം 53 അവസാനിക്കുന്ന ഡിസംബർ 28 കേട്ടോ, ഡിസംബർ 28. ഡിസംബർ 25 ക്രിസ്മസ് കഴിഞ്ഞ് 3-ാം ദിവസമാണ് നമ്മുടെ UGC നിലവിൽ വരുന്നത്. നോക്കാം, ഇറ്റ് ബിക്കെയിം എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതിനുശേഷം അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി മാറുന്നു അല്ലേ. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്താണ്? നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിന്റെ പിൻബലം വരുന്നു അല്ലേ. അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകുന്നത് ഏത് ആക്ടിന്റെ കീഴിലാണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആക്ട് 1956 അല്ലേ. 1956 ആക്ട് നമ്പർ 3 1956 ആക്ട് നമ്പർ 3 എന്നാണ് അതിന് പറയുന്ന പേര്. അപ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആക്ട് 1956 അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. വിശദമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, നോക്കാം. അതുപോലെ ഈ സ്കോർ മണ്ടേറ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മണ്ടേറ്റ് എന്താണ്? ഈസ് പ്രമോഷൻ അല്ലേ. നിർബന്ധമായിട്ടും UGC ചെയ്തിരിക്കേണ്ട കാര്യത്തെക്കുറിച്ച്, ഏറ്റവും കോറായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? പ്രമോഷൻ ആൻഡ് കോർഡിനേഷൻ. എന്തിൻ്റെ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ അല്ലേ. എന്താണ് അതിൻ്റെ കോർ മണ്ടേറ്റ് എന്ന് പറയും? പ്രമോഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അതുപോലെ ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്, എക്സാമിനേഷൻ ആൻഡ് റിസർച്ച്. ഒരു യൂണിവേഴ്സിറ്റി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചിങ് നടക്കണം, കുട്ടികളെ പഠിപ്പിക്കണം അല്ലേ, പഠിപ്പിക്കണം. പണ്ട് തൊട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രാധാകൃഷ്ണൻ കമ്മീഷൻ പഠിച്ചു. ആദ്യം റോട്ട് ലേണിംഗ് ആയിരുന്നു. റോട്ട് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാണാൻ പഠിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിന് വേണ്ടിയിട്ട് എത്ര തരത്തിലുള്ള ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ലെക്ചർമാരെ സജസ്റ്റ് ചെയ്തു ഒന്ന് പറയാം, താഴെ കമന്റ് ചെയ്യണം. രാധാകൃഷ്ണൻ കമ്മീഷൻ കാണാത്തവൻ പോയി രാധാകൃഷ്ണൻ കമ്മീഷൻ കണ്ടിട്ട് വരണം കേട്ടോ. നോക്ക്, റീഡേഴ്സ്, ലെക്ചേഴ്സ്, ബാക്കി രണ്ടുപേരോട് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി റീഡേഴ്സ് ലെക്ചർ ഞാൻ പറഞ്ഞു, ബാക്കി രണ്ടുപേരോട് പറഞ്ഞാൽ മതി. ബാക്കി മൊത്തം 4 പേരുണ്ടായിരുന്നു ടീച്ചർമാരായിട്ട്, അല്ലെങ്കിൽ 4 തരത്തിലായി ടീച്ചർമാരെ ക്ലാസിഫൈ ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ്? ടീച്ചിങ് നടക്കണം അല്ലേ, ടീച്ചിങ് നടക്കണം. ടീച്ചിങ് നടന്നാൽ മാത്രം മതിയോ? എക്സാമിനേഷൻ നടക്കണം. ഇത് മാത്രമല്ല, എന്താണ്? വിജ്ഞാനത്തിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ, വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളായി മാറണം യൂണിവേഴ്സിറ്റി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? റിസർച്ച് നടക്കണം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കോർ മണ്ടേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമോഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക, കോർഡിനേറ്റും ചെയ്യുക. 2 കാര്യങ്ങൾ, കോർഡിനേറ്റും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? 3 കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി നടക്കേണ്ടത് അല്ലേ. ടീച്ചിങ്ങും, എക്സാമിനേഷനും, റിസർച്ചും. അതിന്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുമാണ് ഇതിന്റെ കോർ മണ്ടേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ മക്കളെ പറഞ്ഞത്? അപ്പൊ അതിന്റെ കോർ മണ്ടേറ്റ് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലായി. ഈ കോർ മണ്ടേറ്റ് വിശദമായിട്ട് നമ്മൾ ഒരു 8-9 പോയിന്റുകളായിട്ട് അവസാനം ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ കോർ മണ്ടേറ്റുകൾ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മൾ നെറ്റിന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാം. ഇനി യൂണിവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. 956 UGC ആക്ട് പ്രകാരം നമ്മുടെ യൂണിവേഴ്സിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡെഫിനിഷൻ ആണ് അല്ലേ. ഡെഫിനിഷൻ. അപ്പൊ എന്താണ്? സെക്ഷൻ 2F ആണ്. എഫ് മറന്നുപോലെ ഡെഫിനിഷൻ. UGC നമ്മുടെ യൂണിവേഴ്സിറ്റി ഏത് സെക്ഷൻ പ്രകാരം ഡിഫൈൻ ചെയ്യുന്ന മക്കളെ? സെക്ഷനും റൂളും ഒക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചു തരും, അതിന് വേറെ ക്ലാസ് ഉണ്ട്. നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട, നിങ്ങൾ വെറുതെ ക്ലാസ് കേട്ടിരുന്നാൽ മാത്രം മതി. സെക്ഷൻ റൂളെല്ലാം മണി പോലെ ആ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഉത്തരം വിളിച്ചു പറയും. ഇത് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി ഡെഫിനിഷൻ നോക്കും മക്കളെ. സെക്ഷൻ 2F ഡെഫിനിഷൻ 2F മറന്നു പോകരുത്. ഡെഫിനിഷൻ 2F മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി യൂണിവേഴ്സിറ്റി ഡെഫിനിഷൻ നോക്കാം മക്കളെ. എന്താ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സിറ്റി എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻകോർപ്പറേറ്റഡ്. യൂണിവേഴ്സിറ്റിയെ
എസ്റ്റാബ്ലിഷ് ചെയ്യണം ആരെങ്കിലും, അല്ലെങ്കിൽ കൊണ്ടുവരണം, അല്ലേ? ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു യൂണിവേഴ്സിറ്റിയാണ്, അല്ലേ? അത് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ബൈ എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒന്നുകിൽ സെൻട്രൽ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? എന്താണ് ഇത്? നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം മതി. എന്നാലും മനസ്സിലാക്കി വെക്കുന്ന കാര്യത്തിൽ എന്ത് വരാൻ പാടില്ല? ശ്യാം സഹകാരി പഠിപ്പിക്കുമ്പോൾ സംശയം വരാൻ പാടില്ല. അതുകൊണ്ടാണ് നോക്ക്, അണ്ടർ സെൻട്രൽ ആക്ട്, സെൻട്രൽ ആക്ടിന്റെ കീഴിൽ, അല്ലെങ്കിൽ എന്താ പ്രൊവിൻഷ്യൽ ആക്ട്, അല്ലെങ്കിൽ എന്താ സ്റ്റേറ്റ് ആക്ട്. അപ്പൊ എന്തൊക്കെയാണ്? സെൻട്രൽ ആക്ട്, പ്രൊവിൻഷ്യൽ ആക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആക്ട്. ഈ മൂന്ന് പരിപാടിക്ക് കീഴിലാണ് പൊതുവായിട്ട് യൂണിവേഴ്സിറ്റി നമ്മൾ അംഗീകരിക്കുക. അപ്പോൾ സെൻട്രൽ ആക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലേ? കേന്ദ്ര നിയമം. സ്റ്റേറ്റ് ആക്ട് എന്ന് പറയുമ്പോഴും നമുക്കറിയാം എന്താണ്? നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ പാസ്സാക്കുന്ന നിയമം, അല്ലേ? അപ്പോൾ ഈ പ്രൊവിൻഷ്യൽ ആക്ട് എന്താ മക്കളെ? എന്താ പ്രൊവിൻസുകൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പണ്ട് 2 തരത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണനിർവഹണം ഉണ്ടായിരുന്നത്. ഒന്നെന്താണ്? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രവിശ്യകൾ അല്ലെങ്കിൽ പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഈ പ്രൊവിൻസുകൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുകയും പിന്നെന്താണ്? പ്രിൻസസ് റൂൾ. അതായത് നമുക്ക് നാട്ടിലുള്ള നാട്ടുരാജാക്കന്മാർ ആരുടെ നിയന്ത്രണത്തിൽ? ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ ഭരിക്കുന്ന പ്രിൻസസ് റൂളുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മദ്രാസ് ഒക്കെ ഒരു പ്രൊവിൻസ് ആയിരുന്നു. മദ്രാസ് പ്രൊവിൻസ് പാസ്സാക്കിയ പല ആക്ടുകൾ ഇന്ന് നിലവിലും ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ എന്താണ്? സെൻട്രൽ ആക്ട് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ആക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആക്ട്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റികളെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അവ മാത്രമാണോ ഉള്ളത്? അല്ല. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എനി സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് മേ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ യൂണിവേഴ്സിറ്റി കൺസേൺഡ്. അത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്, അല്ലേ? എന്താ സംഭവം അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ മറക്കരുതേ. സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 ഓഫ് ദ UGC ആക്ട്, UGC ആക്ട് 1956 പ്രകാരമാണ് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുക. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ ചില പ്രത്യേക പദവികളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഈ വാക്കുകൾ വെച്ച് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞു, സെൻട്രൽ ആക്ട് പ്രകാരമോ പ്രൊവിൻഷ്യൽ ആക്ട് പ്രകാരമോ സ്റ്റേറ്റ് ആക്ട് പ്രകാരമോ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അല്ലേ, അവയെ നമുക്ക് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എനി സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് മേ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ യൂണിവേഴ്സിറ്റി കൺസേൺഡ്. നോക്കൂ, ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ആരംഗീകരിക്കുന്ന സ്ഥാപനം? UGC അംഗീകരിക്കുന്ന സ്ഥാപനം എന്ന്, അല്ലേ? എന്താ പറഞ്ഞത്? ഒരു കൺസേൺഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ആരംഗീകരിക്കുന്നു? നമ്മുടെ UGC അംഗീകരിക്കുന്നു. നോക്കൂ, ഇതെങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഈ സെക്ഷൻ 3 പറയുന്നത്? വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന സംഭവം നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടല്ലേ? അമിറ്റി യൂണിവേഴ്സിറ്റി. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാകുന്നത്? ഉദാഹരണത്തിന് നമ്മുടെ കേരള സർവകലാശാല കീഴിൽ നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ ചെമ്പഴന്തി SN കോളേജ് വളരെ അടിപൊളിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം വളരെ എക്സലൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അപേക്ഷിക്കുകയാണ് നമ്മളെ ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി പദവിയിലേക്ക് പ്രഖ്യാപിക്കണം. അപ്പോൾ എന്താണ്? അപ്പോൾ ആരോടെ കൺസൾട്ട് ചെയ്യുന്നത്? UGC കേരള സർവകലാശാലയായിട്ട് കൺസൾട്ട് ചെയ്യും. എന്താണ്? യുവന്മാർക്ക് ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടോ? UGC പറയുന്ന എല്ലാ യോഗ്യതകളും ഉണ്ടോ എന്ന് ആദ്യം കൺസൾട്ട് ചെയ്യും, അല്ലേ? അപ്പോൾ കേരള സർവകലാശാല പറയണം കുഴപ്പമില്ല, അവന്മാരൊക്കെ എന്ത് കൊടുക്കാം? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി പദവി കൊടുക്കാം. അപ്പോൾ ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആകുമ്പോഴത്തേക്ക് എന്താ പ്രത്യേകത? അവരുടെ സിലബസ് അവർക്ക് നിശ്ചയിക്കാം, അല്ലേ? സിലബസ് അവർക്ക് ഉണ്ടാക്കാം. അതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റഡി സ്റ്റാൻഡേർഡ്സ്, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അമിറ്റി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയാം, അല്ലേ? അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒരു കുഴപ്പമുണ്ട്, ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിക്ക് ഒരൊറ്റ ക്യാമ്പസിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ, പുറത്തോട്ട് പറ്റത്തില്ല. വേറെ ഇപ്പം തന്നെ അമിറ്റി, അപ്പം നമ്മൾ പറയും അമിറ്റി തന്നെ പല സ്ഥലത്തുണ്ടെന്നുള്ളല്ലേ? അപ്പോൾ അങ്ങനെയല്ല മക്കളെ. അമിറ്റി ഇപ്പോൾ X എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അംഗീകരിക്കണം. മറ്റുള്ള സ്ഥലത്തുണ്ടെങ്കിലും അതും പ്രത്യേകം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ട് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, അത് പിന്നെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഡെഫിനിഷൻ മനസ്സിലാക്കി. എന്താണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക്? എന്താണ്? ഒന്നുകിൽ സെൻട്രൽ ആക്ട് വഴിയോ പ്രൊവിൻഷ്യൽ ആക്ട് വഴിയോ സ്റ്റേറ്റ് ആക്ട് വഴിയോ നമ്മൾ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. അവയെ ആരംഗീകരിക്കണം? സ്ഥാപനങ്ങളാണ്. അതിനോടൊപ്പം എന്താണ്? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന പദവിയിലേക്ക് നമുക്ക് പരിഗണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? UGC കൺസേൺഡ്
അതിന്റെ തലപ്പത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി ആലോചിച്ചിട്ട് അവയ്ക്ക് ആ പദവി കൊടുക്കും അല്ലേ. അതെവിടെ പറഞ്ഞിരിക്കുന്നു? ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ് മെയ്ഡ് ഇൻ ദിസ് ബിഹാഫ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ടിൽ പറയുന്ന ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്ന ആ റെഗുലേഷൻസ് എല്ലാം പാലിക്കുമെന്നുണ്ടെങ്കിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ അംഗീകരിക്കുന്ന കൂടെ ചേർത്ത് അവയെല്ലാമാണ് നമ്മൾ എന്ത് പറയുക വിളിക്കുക? യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? യൂണിവേഴ്സിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? 2F ആണ് അല്ലേ. 2F ആണ്. അതുപോലെ എന്താണ്? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഇത്തവണ ഇത് ചോദിക്കും കേട്ടോ. ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 3 അല്ലേ, UGC ആക്ട് 1956 സെക്ഷൻ 3 ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ളൊരു മീനിങ്ങും നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഏകദേശം ഒരു രൂപത്തിലേക്ക് നമ്മളെത്തി. ഇനി നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻസ് നമ്മൾ എടുത്ത് പറയാൻ വേണ്ടി പോവുകയാണ്. എടാ, നളന്ദ, തക്ഷശില, വിക്രമശില. നളന്ദ, തക്ഷശില, വിക്രമശില. നളന്ദ എവിടെയായിരുന്നു? കമന്റ് ചെയ്യണം നിങ്ങൾ താഴെ. തക്ഷശില എവിടെയായിരുന്നു? കമന്റ് ചെയ്യണം നിങ്ങൾ താഴെ. പറ്റൂലേ? വിക്രമശില എവിടെയായിരുന്നു? എവിടെ ചെയ്യണം? കമന്റ് ചെയ്യണം താഴെ. അത്തരത്തില് ഇന്ത്യയിലെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട്, അടിപൊളി എന്ന് പറയുമ്പോഴത്തേക്കും നളന്ദയിലെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് നമുക്ക് ഗുരുകുല സമ്പ്രദായമായിരുന്നു അല്ലേ. നളന്ദ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും കൂടെ ഒരുമിച്ച് താമസിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പശ്ചിമ പൂർവേഷ്യയിൽ നിന്ന് വരുന്ന ആൾക്കാരും അതുപോലെ ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാരും ഹുയാൻസാങ് നമ്മുടെ നളന്ദയിൽ പഠിച്ച ഒരു ചരിത്രമുണ്ട്. അപ്പോൾ നമുക്കറിയാം നളന്ദ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വലിയൊരു സർവകലാശാലയായിരുന്നു. ഇന്ത്യയുടെ ആ ഒരു പാഠ്യ പാരമ്പര്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, വളരെ വലിയൊരു പാരമ്പര്യമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് നമുക്ക് നശിച്ചു പോകുന്നു. നളന്ദയിലെ ലൈബ്രറി ആരാണ് തീയിട്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു കമന്റിൽ രേഖപ്പെടുത്തണം നിങ്ങൾ താഴെ. നളന്ദയിലെ ലൈബ്രറി തീയിട്ടത് ആരാണെന്ന് അന്ന് ഇപ്പോൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തണം. അത് മാസങ്ങളോളം നിന്ന് കത്തി എരിഞ്ഞു എന്നാണ് ചരിത്രത്തിലെ രേഖകൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് അവിടെ നശിച്ചു പോയത്. നളന്ദ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കൂ, അവിടെ ഒരു സാധാരണ നമ്മൾ ഇന്ന് കാണുന്ന സർവകലാശാലയേക്കാൾ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന വിഭാവനം ചെയ്യുന്ന തരത്തിൽ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന റിസർച്ച് സെന്റർ തന്നെയായിരുന്നു നളന്ദ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും വലിയൊരു ലൈബ്രറി, കയ്യെഴുത്ത് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി അന്ന് എഴുതി ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയത് അല്ലേ. അത് നടക്കുമ്പോഴത്തേക്കും ചിന്തിക്കുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും പോലും ഡിസ്കഷൻസ് നടത്തുന്ന മനോഹരമായിരുന്ന സർവകലാശാലകളായിരുന്നു. അപ്പോൾ അത്തരത്തിലുണ്ടായിരുന്ന ഒരു ചരിത്രത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പിന്നെ എന്താ സംഭവിക്കുന്നത്? അധിനിവേശം സംഭവിക്കുന്നു അല്ലേ. നമ്മൾ ആര്യന്മാരുടെ ആഗമനം എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? യൂറോപ്യന്മാരുടെ ആഗമനം. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് ശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ അത് വിശദമായിട്ട് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ നമ്മൾ സാർജൻ റിപ്പോർട്ടോടാണ് തുടങ്ങുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന ഇന്ത്യയിൽ നമുക്ക് മെക്കാളയുടെ മിനിറ്റ്സ് വരുന്നു. മെക്കാളയുടെ മിനിറ്റ്സ് വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനാണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനാണ്. എന്തിനാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മെക്കാള ഇത്രയും പ്രാധാന്യം കൊടുത്തത്? എന്തിനാണ്? ഇന്ത്യയിലുള്ള ആൾക്കാർ ഇംഗ്ലീഷ് പഠിച്ച് വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ കിടിലങ്ങളായി പോട്ടെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. അപ്പോൾ ഇന്ത്യയുടെ ഭരണനിർവഹണം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം UK എന്ന് പറയുന്ന രാജ്യം ഒരു കുഞ്ഞു രാജ്യമാണ് അല്ലേ. ഇന്ത്യക്കാരെ ഒന്ന് ഇളകി ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ UK ഇല്ല. അങ്ങനെയുള്ള ആ ഒരു കുഞ്ഞു രാജ്യമാണ് ലോകമൊട്ടാകെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഉണ്ടാക്കിയത് നമ്മൾ ഓർക്കണം. എന്തുകൊണ്ട്? ബുദ്ധി കൊണ്ട് അല്ലേ. വിഭജിക്കുക ഭരിക്കുക എന്ന് പറയുന്ന ബുദ്ധി കൊണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ നിർവഹണം നടത്താൻ വേണ്ടിയിട്ട് ഒത്തിരി ക്ലാർക്കുമാരെയും കുറച്ച് ഹയർ ഒഫീഷ്യൽസിനെ ആവശ്യമായിരുന്നു. എന്നാൽ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ആരായിരുന്നു? ഇംഗ്ലീഷുകാരായിരുന്നു. ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ കപ്പൽ കടത്തി എല്ലാ തവണയും അവിടെ നിന്ന് ആളിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഭരിക്കൽ പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് അനുസരിച്ച് അതുപോലെ നമ്മുടെ നാട്ടുകാർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കുറെ ഗുമസ്തന്മാരെ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു മക്കാളെ എന്ത് ചെയ്തത്? മക്കാളേസ് മിനിറ്റ്സ് വഴി ഈ പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൂടുതൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂട്ടിച്ചേർത്തത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് രണ്ടാം ലോക മഹായുദ്ധം വരുന്നു. രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ലോകമൊട്ടാകെ ഒരുപാട് രാജ്യങ്ങൾ തകർന്നടിഞ്ഞ ഒരു യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് നമ്മുടെ UK ചേർന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ പറഞ്ഞ സാർജന്റ് റിപ്പോർട്ട് വരുന്നത്. ആരാ വരുന്നത്? സർ ജോൺ സാർജന്റ് ആണ് ഈ റിപ്പോർട്ടിന് പിന്നിൽ. വർഷം മറന്നു പോകണ്ട, 1944. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് 1944 സാർജന്റ് റിപ്പോർട്ട്. റിപ്പോർട്ട് ഓഫ് ദ
സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ പോസ്റ്റ് വാർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഈ വാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? രണ്ടാം ലോക മഹായുദ്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇതിനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇതിനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടിന് പറയുന്ന മറ്റൊരു പേരാണ് എന്താണ്? റിപ്പോർട്ട് ഓൺ പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന ഒരു പേരും അതിന് പറയപ്പെടുന്നുണ്ട്. മറ്റൊരു പേരെന്താണ്? സാർജന്റ് റിപ്പോർട്ട്. ഇങ്ങനെ രണ്ട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? നോക്കാം. ഇവര് ഈ സാർജന്റ് റിപ്പോർട്ടാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയെ എന്ത് ചെയ്യുന്നത്? സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ UGC എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചതിന് ശേഷം 1945 എന്ന് ഒരു ഉത്തരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കൂല കേട്ടോ, അങ്ങനെ ചോദിക്കൂല. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി സജസ്റ്റ് ചെയ്തത് ആരാണ്? സാർജന്റ് റിപ്പോർട്ടിൽ ആരാണ്? സർ ജോൺ സാർജന്റ് ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി. ഇത് എന്തിന്റെ രൂപരേഖയിലാണ് ഇത് കൊണ്ടുവന്നത്? നമ്മുടെ UK അന്ന് എന്തുണ്ട്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി ഉണ്ട്. അന്ന് നമ്മുടെ UK യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രാന്റുകൾ കൊടുക്കുന്നതിനും അവരുടെ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തുണ്ട്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ രൂപരേഖയിൽ സർ ജോൺ സാർജന്റ് നമ്മുടെ 1944 സാർജന്റ് റിപ്പോർട്ടിൽ പറഞ്ഞു എന്ത് വേണം? ഇന്ത്യയിലും വേണം ഇതുപോലൊരു കമ്മിറ്റി എന്ന് പറഞ്ഞു അല്ലേ? നോക്കൂ, ഇറ്റ് റെക്കമെൻഡഡ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി ആസ് പാർട്ട് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പ്ലാൻ. ഓക്കെ അല്ലേ പറഞ്ഞത്? ക്ലിയർ ആണ് പറഞ്ഞത്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അപ്പോൾ ആരാണ് സാർജന്റ് റിപ്പോർട്ടിലാണ് ആദ്യം എന്തിനെ കുറിച്ച് പറയുന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത്. അത് UK മോഡലിലുള്ള അല്ലെങ്കിൽ UK നിലവിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ മോഡലിൽ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി കൊണ്ടുവരണം അല്ലേ? എന്തിന്റെ ഭാഗമായിട്ടാ മക്കളെ? നാഷണൽ എഡ്യൂക്കേഷൻ പ്ലാന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു റെക്കമെൻഡേഷൻ വരുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ റിപ്പോർട്ട് വയ്ക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടിയില്ല, സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയില്ല. 1945 ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി നിലവിൽ വരുന്നു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി നിലവിൽ വരുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒത്തിരി സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ശ്രദ്ധിക്കൂ, ഇവിടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി ഏതൊക്കെ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് അല്ലേ? അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് ടു ഓവർസീ ദ 3 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ AMU എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നു അല്ലെ? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. പിന്നെന്താണ്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. എന്താണ്? BHU എന്നറിയപ്പെടുന്നു, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അല്ലെ? അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റി. ഇങ്ങനെ 3 യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് 1945 ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി നിലവിൽ വരുന്നത്. മനസ്സിലാക്കി വെക്കുക. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പടപടാ ചോദിച്ച കണ്ടോ? പെട്ടെന്ന് ചോദിച്ച കണ്ടോ? ഇനിയും നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ നിരന്തരം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എവിടെ നിന്ന് എങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരും, നിങ്ങളത് പഠിച്ചിട്ട് പോവുക. അപ്പൊ നോക്ക് മക്കളെ, 1945 ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി വരുന്നു. അപ്പോൾ അത് ഏതിനെയൊക്കെ നിയന്ത്രിച്ചത് മറന്നു പോകല്ലേ, ഇങ്ങനെ പഠിച്ചുക്കണം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ BHU, പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി. BHU ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ. അപ്പൊ എന്താണ്? ABD എന്ന് പഠിച്ചു വെക്കുക. ABD, C ഇല്ല കേട്ടോ, C മിസ്സിംഗ് ആണ്. ABD വില്ലിയേഴ്സ്, ABD വില്ലിയേഴ്സ്, ABD എന്ന് പഠിച്ചു വെക്കുക. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ എന്താണ്? ഡൽഹി സർവകലാശാല അല്ലെ? ഈ 3 യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള ഗ്രാന്റുകൾ കൊടുക്കാനും. ഞാൻ ഇടയ്ക്ക് നേരത്തെ പഠിക്കാൻ എന്നുള്ള വാക്കെടുത്ത് ഉപയോഗിച്ചെന്ന് തോന്നുന്നു, അത് മാറിപ്പോയത്, ക്ഷമിക്കണം. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കലല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്താണ്? അവർക്ക് വേണ്ടുന്ന ഗ്രാന്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്തെങ്കിൽ സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ നോക്കാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതുപോലെ ബനാറസ് ഹിന്ദു സർവകലാശാല, അതുപോലെ ഡൽഹി സർവകലാശാല, ഇത്തരത്തിലുള്ള ഈ 3 സർവകലാശാലകളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന ഗ്രാന്റുകൾ പ്രൊവൈഡ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ആര് വന്നത്? ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി വന്നത്. ഇത് സജസ്റ്റ് ചെയ്ത ആരാണ് മക്കളെ? 1944 സർ ജോൺ സാർജന്റ് അല്ലെ? സാർജന്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ് വാർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് എന്നും അതിനെ കൃത്യമായിട്ട് പറയപ്പെടുന്നുണ്ട് അല്ലെ? നോക്കാം, അത് ആരുടെ അഡ്വൈസ് പ്രകാരം വന്നത്? റിപ്പോർട്ട് ഓഫ് ദ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് സാർജന്റ് റിപ്പോർട്ട് നിലവിൽ വരുന്നത്. അത് പ്രകാരമാണ് നമ്മുടെ 1945 ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി സ്ഥാപിതമാകുന്നത്. അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റികളെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെയും ബനാറസ് ഹിന്ദു സർവകലാശാലയും അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയെയും എന്ത് ചെയ്തു രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവയ്ക്ക് ഗ്രാൻഡ് കൊടുക്കാൻ വേണ്ടി അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയൊക്കെയാണ് നിലവിൽ വന്നത്. ഈ 2 പോയിന്റിൽ തന്നെ കഴിഞ്ഞ തവണ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു തീർത്തു കേട്ടോ. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കലായിരുന്നു അവരുടെ പരിപാടി. നോക്കാം, ബാക്കിയുള്ളത് ഇപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം, 947 എന്താ സംഭവിച്ചേ? 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അല്ലെ. 947 അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകമുണ്ട്, സമയമുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കണം. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ചരിത്രത്തിൽ പറയാത്ത. നോക്കാം, 947 അർദ്ധരാത്രിയിൽ അല്ലെ, 947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. എക്സ്പാൻഷൻ ആണ് അവിടെ ചെയ്യുന്നത്. അതായത് ഒരു പൊട്ടിയ കാലില് മുറിവ് വെച്ച് കെട്ടി നല്ല ഒടിഞ്ഞ കാലിന് നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്റ്റർ ഇട്ട് വെക്കുന്നത് പോലെ അല്ലെ. അപ്പൊ നമുക്ക് ഇന്ത്യ സ്വതന്ത്രയാകുന്നു. ഇന്ത്യ സ്വതന്ത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രധാനപ്പെട്ട 3 സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഉള്ളത്. അല്ല, ഒരുപാട് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുണ്ട്. അപ്പൊ ഈ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഗ്രാന്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. എന്നാൽ മാത്രമേ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന ഈ കമ്മിറ്റിയെ എന്ത് ചെയ്തു, കമ്മിറ്റിക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റിയും കൊടുത്തു. റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മിറ്റി വാസ് എക്സ്റ്റെൻഡഡ് ടു കവർ ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. എല്ലാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെയും റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുത്തു? നിലവിലുണ്ടായിരുന്ന ഈ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിക്ക് കൊടുത്തു. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചരിത്രം നിങ്ങൾ തലയ്ക്കകത്ത് ഉണ്ടല്ലോ അല്ലേ? നമ്മൾ 1-2 സെക്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറയും. സെക്ഷൻസ് ആദ്യം ഫസ്റ്റ് സ്ലൈഡിൽ കണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഈ കാര്യങ്ങളാണ് ഇത് കൃത്യമായിട്ട് പഠിച്ചു പോകുക. 944 സാർജന്റ് റിപ്പോർട്ട് വരുന്നു. അതിലാണ് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത്. അല്ലെ, ഇന്ത്യയിൽ പോസ്റ്റ് വാർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്ന് പറഞ്ഞു അല്ലെ. യുദ്ധത്തിന് ശേഷം യുദ്ധാനന്തരം ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്ന സാധനം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. കമന്റ് എന്തായാലും ചെയ്തേക്കണം. നോക്കാം, അപ്പൊ എന്താണ് സാർജന്റ് റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി വരണമെന്ന് പറഞ്ഞു. എങ്ങനെ UK ഉള്ളതുപോലെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ 945 UK മോഡലില് കൊണ്ടുവന്നു. പക്ഷേ ആ സമയത്ത് എല്ലാ യൂണിവേഴ്സിറ്റി അതിന്റെ കീഴിൽ കൊണ്ടുവന്നില്ല. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും അതുപോലെ ബനാറസ് ഹിന്ദു സർവകലാശാലയും അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയും അതിന്റെ കീഴിൽ കൊണ്ടുവന്നു. അവർ 947 എന്ത് ചെയ്തു, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി 48-49 എന്താ സംഭവിച്ചത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആരാണ്? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ചെയർ ചെയ്യുന്ന ഒരു കമ്മീഷൻ വരികയാണ്. അതിന് നമ്മൾ എന്ത് പറയുന്നു? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നു. 948-49 കാലയളവിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നു അല്ലേ. അദ്ദേഹം കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. നിലവിലുള്ളത് ഒരു വെറും കമ്മിറ്റി മാത്രമാണ്. കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മക്കളെ? ഒരുപാട് കമ്മിറ്റികളുണ്ട്. കമ്മിറ്റി അതിന്റെ ആവശ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിരിച്ചുവിടും അല്ലേ. അല്ലെങ്കിൽ എന്താണ്, കമ്മിറ്റി പറയുന്ന കാര്യം നമ്മുടെ സർക്കാരിന് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ തള്ളാം. അങ്ങനെയാണ് കമ്മിറ്റിയുടെ പ്രത്യേകത. അപ്പോൾ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്താ പറഞ്ഞത്? ഹി റെക്കമെൻഡഡ് റീകോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ എക്സിസ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റിയെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ, ഒന്നുകൂടെ നന്നാക്കി എടുക്കാൻ പറഞ്ഞു. എങ്ങനെ? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആക്കി മാറ്റാൻ പറഞ്ഞു. അപ്പോൾ കമ്മീഷൻ ആകുമ്പോൾ അതിനൊരു ഫുൾ ടൈം ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും അല്ലെ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടായിരിക്കും. അതുപോലെ എമിനന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റുകളെ അതിന്റെ പാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്തിന്റെ അവിടെ എന്താണ്? UK യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ്, UK ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയാണ് അവർ എന്ത് ചെയ്തത്? അടിസ്ഥാനമാക്കിയത്. അപ്പോൾ UKയിലെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ മോഡലിൽ തന്നെ ഇവിടെ ഒരു കമ്മീഷൻ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ എന്താണ്? കമ്മിറ്റി ടു കമ്മീഷൻ അല്ലെ. കമ്മിറ്റിയെ കമ്മീഷൻ ആക്കുന്ന ആരാണ്? അല്ലെ കമ്മീഷനാക്കാൻ വേണ്ടി പറഞ്ഞത് ആരാണ്? അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും UGC സ്ഥാപിച്ചത് ആരല്ല? S രാധാകൃഷ്ണൻ അല്ല. അങ്ങനെ സംശയം ഒരിക്കലും ഉണ്ടാവരുത് കേട്ടോ. ആ സജഷൻ കൊണ്ടുവന്നത് ആരാണ്? S രാധാകൃഷ്ണനാണ്. നോക്ക്, 948-49 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇത് നമ്മൾ നേരത്തെ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ഈ കാര്യമൊന്നും മറന്നു പോകത്തില്ല. എന്തായാലും ഇവിടെ ഒരു അഡീഷണൽ പോയിന്റ് മാത്രമേ ഉള്ളൂ. നോക്ക്, UKയിലെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ മോഡലിലാണ് ഇത് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അതുപോലെ ഒരു ഫുൾ ടൈം ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണമെന്നും ഇതിനകത്ത് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇനി പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ഇനി ഈ കാര്യങ്ങൾ വേറെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാധാകൃഷ്ണൻ കമ്മീഷന്റെ വീഡിയോ കണ്ടിട്ട് വരണം കേട്ടോ. കാരണം അതിനകത്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഓരോ കമ്മീഷനിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചാൽ മാത്രമേ ഈ 13 മാർക്ക് തേക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായാ?
അപ്പോൾ വളരെ കുറച്ച് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 13 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കണം. നോക്ക് 952 എന്താ സംഭവിക്കുന്നത്? 952 നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറഞ്ഞില്ലേ, അതാ ഇവിടെയാണ്. യൂണിയൻ ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഗ്രാൻസുമായി ബന്ധപ്പെടുത്തി ഒരു തീരുമാനം എടുക്കുകയാണ്. നോക്കൂ, ഇവിടെ 949 നമ്മുടെ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചപ്പോൾ പറഞ്ഞു അല്ലേ, അവിടെ എന്താണ്, ഒരു UGC വരണം, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ വരണം, ഒരു ഫുൾ ടൈം ചെയർപേഴ്സൺ ഉള്ള ഒരു കമ്മീഷൻ വരണം. ആ കമ്മീഷൻ എന്ത് ചെയ്യണം, ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുകയും അതുപോലെ എന്താണ്, അതിനൊരു പവർ വരണം, നല്ല പവർഫുൾ ആയിട്ടുള്ള സാധനം വരണം അല്ലേ. വെറും ഒരു കമ്മിറ്റി ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് നിയന്ത്രിക്കണം, എല്ലാ യൂണിവേഴ്സിറ്റിയും ഗ്രാന്റ് കൊടുക്കണം, അതുപോലെ ഒരുപാട് സജഷൻസ് പറഞ്ഞു അല്ലേ. നമ്മുടെ ടീച്ചേഴ്സിന്റെ റെമ്യൂണറേഷനുമായിട്ട് ബന്ധപ്പെടുത്തി, കുട്ടികളുടെ പെൺകുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒക്കെ ഒത്തിരി സജഷൻസ് പറഞ്ഞു. അതിനൊക്കെ എന്ത് വേണം, ഗ്രാന്റ് വേണം. ആ ഗ്രാന്റ് കൊടുക്കാൻ വേണ്ടി ആര് വരണമെന്ന് പറഞ്ഞു, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വരണമെന്ന് പറഞ്ഞു. അതിനൊരു ഫുൾ ടൈം ചെയർപേഴ്സൺ വരണമെന്ന് പറഞ്ഞു 948-49. അപ്പൊ നോക്ക് 52 എന്താ സംഭവിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നോക്ക്, ആൾ കേസസ് ഓഫ് ഗ്രാന്റ്സ്, ശ്രദ്ധിക്കണം, ആൾ കേസസ് ഓഫ് ഗ്രാന്റ്സ് ഇൻ എയ്ഡ് ഫ്രം പബ്ലിക് ഫണ്ട്. എന്താണ്, പബ്ലിക് ഫണ്ടിൽ നിന്നുള്ള എല്ലാ ഗ്രാന്റുകളും ആർക്കുള്ള, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലേ, സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കുള്ള അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷനുള്ള അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻസ് അതിലേക്കുള്ള എല്ലാ പബ്ലിക് ഫണ്ടുകളും ആര്, UGC വഴി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. UGC വഴി കൊടുത്താൽ മതി എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഒരു തീരുമാനം ആരെടുത്തു, യൂണിയൻ ഗവൺമെന്റ് എടുത്തു. മനസ്സിലായി പറഞ്ഞത് അതൊരു തീരുമാനം മാത്രമാണ്. അപ്പൊ ഈ തീരുമാനമെടുത്ത വർഷമേതെന്ന് നേരത്തെ എന്ത് നെറ്റ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, 952 ശരിക്കുള്ള ഉത്തരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 53 ആര് വരുന്നത്, UGC ഫോർമലി ഇനാഗുറേറ്റഡ്. ഫോർമലി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബീറ്റാ ലോഞ്ച്. മനസ്സിലായി? എന്താണ്, ആസാദ് എൻഡഡ് 53. ഇതാണ് ഈ ഒരു സംഭവത്തിന്റെ കോഡ്. അപ്പോൾ ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്? ആ സമയത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആസാദ് എൻഡഡ് 53 കേട്ടോ, മറന്നുപോകല്ലേ. ആസാദ് എൻഡഡ്, എന്താണ് എൻഡഡ് എന്ന് പറഞ്ഞാൽ വർഷം 953 അവസാനം ഡിസംബർ 28 എൻഡഡ് 53. ഇത് മറന്നു പോകരുത്. ആസാദ് എൻഡഡ് 53. അപ്പോൾ 28 കൂടെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഡേറ്റും വർഷവും ആരാണെന്നുള്ളത് ഓർത്തിരിക്കും. നോക്കാം, 28 ഡിസംബർ 953 ഇതിന്റെ ഫോർമൽ ഇനാഗുറേഷൻ. എന്തിന്റെ അതിന് മുന്നേയുള്ള തീരുമാനം 952 വന്നു അല്ലേ. യൂണിയൻ ഗവൺമെന്റ് ഡിസിഷൻ എടുക്കുകയാണ്, നമ്മുടെ UGC എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെ, UGC വഴി ആയിരിക്കണം എന്ത്, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും മറ്റ് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാവർക്കും എന്ത് ഫണ്ട് കൊടുക്കുന്നത് ആര് വഴി ആയിരിക്കണം, UGC വഴി ആയിരിക്കണം എന്ന് തീരുമാനിച്ചു. ആരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആരുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ, ഇദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ. അപ്പോഴാണ് UGC 953 നിലവിൽ വരുന്നത്. അപ്പോൾ UGC ഫോർമലി ഇനാഗുറേറ്റഡ്, ബീറ്റാ ലോഞ്ച്. മനസ്സിലാക്കണം, ആ പേര് മറന്നു പോകരുത്. ഫോർമലി ഇനാഗുറേറ്റഡ് ആരാണ്, മൗലാന അബുൽ കലാം ആസാദാണ്. അദ്ദേഹമാണ് നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ. ഇനി ആ സമയത്ത് ഇതിന്റെ ഇനാഗുറൽ മീറ്റിംഗിൽ അതിന്റെ സ്പീച്ച് ഡെലിവറി ചെയ്ത ആരാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു. ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അഡ്രസ് ചെയ്തത് ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ് അതിന്റെ ഇനാഗുറൽ മീറ്റിംഗ് അഡ്രസ് ചെയ്തത്. ഇനിയുള്ള ഫേസിന് നമ്മൾ പ്രീ സ്റ്റാറ്റ്യൂട്ടറി ഫേസ് എന്ന് പറയുന്നു അല്ലേ. 953 മുതൽ 56 വരെ. 56 എന്താ സംഭവിക്കുന്നത്, ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നു അല്ലേ. സ്റ്റാറ്റ്യൂട്ടറി പദവി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നിയമത്തിന്റെ പിൻബലം. നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിന്റെ പിൻബലം ലഭിക്കുന്നു 956. അപ്പൊ 953 മുതൽ 54 വരെ ഇറ്റ് വാസ് എ ടെസ്റ്റിംഗ് ഫേസ് അല്ലേ. പ്രീ സ്റ്റാറ്റ്യൂട്ടറി ഫേസ് എന്ന് പറയുന്നത് 953 മുതൽ 56 വരെ. അപ്പോൾ ആ സമയത്ത് UGC എങ്ങനെ പ്രവർത്തിച്ചേ, UGC വർക്ക് ഇൻ ആൻ എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി കപ്പാസിറ്റിയിലാണ് പ്രവർത്തിച്ചത് അല്ലേ. ആ സമയത്ത് ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പ്രവർത്തനമായിരുന്നു, പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്താണ്, ഗവൺമെന്റിന് വേണമെങ്കിൽ തള്ളാം അല്ലെങ്കിൽ കൊള്ളാം പല നിർദ്ദേശങ്ങളും. ഈ യൂണിവേഴ്സിറ്റിക്ക് ഇത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാതിരിക്കാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, അവിടെ ഒരു നിയമത്തിന്റെ പിൻബലമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, പ്രീ സ്റ്റാറ്റ്യൂട്ടറി ഫേസ് എന്ന് വിളിക്കുന്നത്. ആ
സമയത്ത് ഒരു എക്സ്പെരിമെന്റൽ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി കപ്പാസിറ്റിയിലാണ് എന്ത് പ്രവർത്തിച്ചത്, നമ്മുടെ UGC പ്രവർത്തിച്ചത്. ഒരു കഥ പോലെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ മക്കളെ? 44 സാർജൻ റിപ്പോർട്ട് വരുന്നു, UGC യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മിറ്റി കൊണ്ടുവന്നാലേ പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അല്ലേ. അതിന്റെ അടിസ്ഥാനം 45 യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മിറ്റി കൊണ്ടുവരുന്നു, എല്ലാ യൂണിവേഴ്സിറ്റി ഉൾപ്പെടുത്തിയില്ല. ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്ക്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും അതുപോലെ നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയും ഉൾപ്പെടുത്തി അവയ്ക്ക് ഗ്രാന്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ ആരുമില്ല ഏൽപ്പിക്കാൻ ഈ കമ്മിറ്റി മാത്രമേ ഉള്ളൂ. ആ കമ്മിറ്റിയെ പിടിച്ച് ഏൽപ്പിച്ചു ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിക്കും നിങ്ങൾ ഗ്രാന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം 1948-49 കാലയളവിൽ ആരെ കൊണ്ടുവന്നു, നമ്മുടെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ സാറിനെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ UEC കൊണ്ടുവന്നല്ലേ. ആ കമ്മീഷൻ പറഞ്ഞു എന്താണ്, നമ്മുടെ UK ഉള്ളതുപോലെയുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, പക്ഷേ അതുപോലെ വെറും കമ്മിറ്റി ആവാൻ പാടില്ല, അതൊരു കമ്മീഷൻ ആയിരിക്കണം, ഫുൾ ടൈം ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു, 952 നമ്മുടെ പാർലമെന്റ് തീരുമാനിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള സകലമായ യൂണിവേഴ്സിറ്റിക്കും ഗ്രാന്റ് കൊടുക്കുന്നത് UGC വഴിയായിരിക്കണം. അപ്പോൾ UGC ഉണ്ടോ? ഇല്ല. UGC കമ്മിറ്റി ഉണ്ട്, കമ്മീഷൻ ഉണ്ടോ? ഇല്ല. അതിനെ കമ്മീഷൻ ആക്കാൻ വേണ്ടിയുള്ള തീരുമാനം അല്ലെങ്കിൽ കമ്മീഷന്റെ ഇനാഗുറേഷൻ മീറ്റിംഗ് എന്ന് നടന്നു 953 ഡിസംബർ 28 മൗലാന അബുൽ കലാം ആസാദ് ഉദ്ഘാടനം ചെയ്യുന്നു. എങ്ങനെ? ഫോർമലി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ 53 മുതൽ 56 വരെയുള്ള സമയത്ത് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, പ്രീ സ്റ്റാറ്റ്യൂട്ടറി ഫേസ് എന്ന് വിളിക്കുന്നു അല്ലേ. അത്തരത്തിലുള്ള ആ കാലയളവിൽ ഇതൊരു പ്രീ സ്റ്റാറ്റ്യൂട്ടറി ഫേസ് ആയിട്ട് ടെസ്റ്റിംഗ് ഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അടിപൊളിയായിട്ട് പതിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പതിഞ്ഞെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി. ആ സ്പീഡ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും കമന്റ് ചെയ്യണം. കാരണം പലരുടെയും ആ ലേണിംഗ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. ഞാൻ ഒരു സാധാരണക്കാരനാണ്, അതുകൊണ്ടൊരു സാധാരണക്കാരൻ പഠിക്കുന്നത് എങ്ങനെ എന്ന് എനിക്കറിയാം. അപ്പോൾ ആ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവൻ്റെ തലയ്ക്കകത്തോട്ട് അടിച്ചടിച്ച് കയറുന്ന രീതിയിൽ മാത്രമാണ് എനിക്ക് പഠിപ്പിക്കാൻ അറിയൂ. ഇനി ഇത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. എൻ്റെ ടീച്ചിങ് സ്റ്റൈലിനെ കുറിച്ചുള്ള കമന്റ് ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ഒരു മിനിറ്റ് വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ സഹകാരിയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഈ 2 പരീക്ഷകളുള്ള സൗജന്യ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ 9497742944 ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നിങ്ങളെ മെന്റർഷിപ്പ് പ്രോഗ്രാം വെച്ചാൽ അടിപൊളിയായിട്ട് ഡെയിലി എക്സാമും വീക്കിലി എക്സാമും എഴുതി ഞാൻ വഴക്കം പറയും, തെറിയും വിളിച്ച് നിങ്ങളെ പഠിപ്പിച്ച് ലെവലാക്കി നിങ്ങളെ മുകളിലെത്തിക്കും, ടോപ്പിലെത്തിക്കും. ഓക്കെയാണ് പറഞ്ഞത്. അത് വാക്കാണ് സഹകാരിയുടെ. അപ്പോൾ ഈ നമ്പർ ഓർത്ത് വെച്ചോ കേട്ടോ. അതുപോലെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൽ മെസ്സേജ് അയക്കാൻ വേണം. അതുപോലെ നിങ്ങൾ അത് മാത്രമല്ല, ഇത് ശ്യാം സഹകാരിക്ക് സേവ് ചെയ്യാൻ വേണം. നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും അതുപോലെ അഡ്വൈസ് മെമ്മോ വരുമ്പോഴത്തേക്കും ഓർക്കാൻ വേണം. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആ ഒരു കണ്ണിൽ നിന്ന് വരുന്ന ഒരു തിളക്കം ആ തിളക്കം കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് എന്നെയൊക്കെ മുന്നോട്ട് നയിക്കുന്നവരേ. അത്രേ ഉള്ളൂ. നോക്കാം അടുത്ത സംഭവിച്ചേ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം മക്കളെ. 3 മാർച്ച് 1956 ഒരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ഡേറ്റ് ആണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ എന്താണ് ആസാദ് എൻഡഡ് 53 എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഡിസംബർ 28 അല്ലേ, 53 ഡിസംബർ 28 നമ്മുടെ ഈ പറഞ്ഞ സംഭവം ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത് എന്നാണ് എന്നുള്ള ഒരു കാര്യമാണ്. ഇവിടെ എപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള 2 തീയതികളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു 3ാമതൊരു തീയതിയും കൊടുത്തിട്ടുണ്ട്. മൊത്തം 3 തീയതി. ഇതിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഈ 2 തീയതികളാണ്. ഒന്ന് 3 മാർച്ച് 1956. അപ്പോൾ 1956 3 മാർച്ച് അവിടെ എന്താ സംഭവിച്ചേ? UGC ആക്ട് ഇനാക്റ്റഡ്. ഒരു സംഭവം, ഒരു കാര്യം ആദ്യം എങ്ങനെ ഈ ഒരു ആക്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് മക്കളെ? ഒരു ആക്ട് എങ്ങനെയൊക്കെ നിലവിൽ വരുന്നത്, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ആദ്യം നമ്മുടെ പാർലമെന്റ് ഒരു ബില്ല് അവതരിപ്പിക്കും അല്ലേ. ബില്ല് അവതരിപ്പിച്ച ശേഷം പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കണം. പാർലമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ജനപ്രതിനിധികൾ അടങ്ങുന്ന ഒരു സഭയാണ്. അപ്പോൾ ഈ സഭ ആദ്യം ഇതിനെ അംഗീകരിക്കണം. അംഗീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? പ്രസിഡന്റിന്റെ അസന്റിന് വിടണം. പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കണം. ഇതിനെയാണ് എനാക്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഒപ്പുവെക്കാതെ എന്താവില്ല, ഈ ബില്ല് ഒരു ആക്ട് ആയിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം, ആ ഡേറ്റ് ആണ് എന്ത് എനാക്ട് ചെയ്യപ്പെട്ട ഡേറ്റ് എന്ന് ചോദിച്ചതാണ് മാർച്ച് 3, 1956. ഓക്കെ, UGC ബില്ല് അല്ലെങ്കിൽ UGC ആക്ട് എനാക്ട് ചെയ്യപ്പെട്ട ഡേറ്റ്, ഇത് ആക്റ്റായി മാറിയ ഡേറ്റ് എന്ന് ചോദിച്ചാൽ 1956 മാർച്ച് 3 UGC ആക്ട് 1956. ഇതിന് മറ്റൊരു പേരുടെ ഉണ്ട്, ആക്ട് 3 ഓഫ് 1956 എന്ന്. അപ്പോൾ ആ 1956 ഒപ്പിടുന്ന ആക്ടുകൾ 1, 2, 3 എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കൂട്ടിയാൽ മതി. ആക്ട് 3 ഓഫ് 1956 എന്നും എന്തിനെ പറയുന്നുണ്ട്? UGC ആക്ട് 1956 പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അതിന്റെ ഡേറ്റ്? എന്താണ്?
3 മാർച്ച് 1986 ആക്ട് 3 ഓഫ് 1956 ഡേറ്റഡ് 3 മാർച്ച് 1956 അല്ലേ. അപ്പോൾ 3 മാർച്ച് 1956 ആര് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ട് 3 ഓഫ് 1956 ഡേറ്റഡ് 3 മാർച്ച് 1956 എന്ന് പറയുന്നു. ഇനി എന്താ ഈ 5 നവംബർ 1956? അപ്പോൾ ഇത് ആക്ട് ആയില്ലേ? ആക്ട് ആയിട്ട് പിന്നെ എന്നാത്തിനായി പിന്നെ ഡേറ്റ്? പ്രസിഡന്റ് ഒപ്പിട്ട ആക്ടായി. ഇനി എന്ത് ചെയ്യണം? ആക്ട് നിലവിൽ വരണം. കമൻസ്മെന്റ് ഡേറ്റ് ഉണ്ട്. പ്രസിഡന്റ് അവിടെ ഇരുന്ന് ഒപ്പിടുമ്പോഴത്തേക്ക് ഇവിടെയുള്ള നാട്ടുകാർ അറിയണം. ഇന്ത്യയിൽ ഇത്രയും കോടി ജനതയുണ്ട്, അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനെ നമുക്ക് കം ഇൻ ടു ഫോഴ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കമൻസ്മെന്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ഡേറ്റ് ആണ് 5 നവംബർ 1956. ഇത്രയും സമയം എടുത്തു. അപ്പോൾ നമുക്ക് 3 മാർച്ച് 1956 പ്രസിഡന്റ് ഒപ്പുവെച്ചു, പ്രസിഡന്റ് അസന്റ് കിട്ടി. അതിനുശേഷം 5 നവംബർ 1956 ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് കംസ് ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ കമൻസ്മെന്റ് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ വേറൊരു ഡേറ്റും കൂടെ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്താണ്? 1 നവംബർ 1956. ഇതെന്തുവാ മക്കളെ? ഇതെന്താണ്? അപ്പോൾ എങ്ങനെയാണ് ഇത് കം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത്? നാട്ടുകാരെ അറിയിക്കണം അല്ലേ? നാട്ടുകാരെ അറിയിച്ച ഡേറ്റ് ആണിത്. SRO 2608 ഡേറ്റഡ് 1 നവംബർ 1956 പ്രകാരം. എന്താണ്? ഒഫീഷ്യൽ ഗസറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം അതിൻ്റെ സ്ട്രക്ചർ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം പാർലമെന്റ് പാസ്സാക്കണം. പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒപ്പിടണം. പ്രസിഡന്റ് ഒപ്പിട്ട ഡേറ്റ് ആണ് ഇവിടെ കൃത്യമായി പറഞ്ഞത് 3 മാർച്ച് 1956. അതുകൊണ്ട് തന്നെ ആ ആക്ട് എന്ന് പറയുന്ന പേര് ആക്ട് നമ്പർ ഓഫ് 3 ഓഫ് 1956 ഡേറ്റഡ് 3 മാർച്ച് 1956. രണ്ടും 3 ആണ്. ആക്ടിന്റെ നമ്പറും 3 ആണ്, ഡേറ്റും 3 ആണ്, മറന്നു പോകണ്ട. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു? നാട്ടുകാരെ അറിയിക്കണ്ടേ? നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. എന്നാ പബ്ലിഷ് ചെയ്തേ? നവംബർ 1 1956 നവംബർ 1 പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിന്റെ നമ്പർ നമ്മുടെ ഗസറ്റിൽ നമ്പറാണ് 2608. ഓക്കെ. അപ്പോൾ അന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്നതിൽ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? പൊന്നുമക്കളെ ഇന്ത്യക്കാരെ, ഈ ആക്ട് നവംബർ 1956 നവംബർ 5 തൊട്ട് നിലവിൽ വരുന്നു എന്ന് നവംബർ 5 പറഞ്ഞാൽ മതിയാ? പോരാ, ഒരു 5-6 ദിവസം മുന്നേ പറയണം അല്ലേ. അതുകൊണ്ടാണ് ഈ ഡേറ്റ് 1 ഈ സാധനം പബ്ലിഷ് ചെയ്തത് അല്ലേ. പണ്ട് പെരുമ്പറ വെട്ടി പറയും 19 തീയതി മുതൽ നമ്മുടെ രാജാവ് അല്ലേ. ആ പരിപാടിയാണ് പെരുമ്പറ വെട്ടുന്നതിന് പോലെ. ഇപ്പം എന്താ ചെയ്യുന്നേ? അതിനാണ് ഗസറ്റ്. കേരളത്തിന് ഒഫീഷ്യൽ ഗസറ്റ് ഉണ്ട്. നമ്മൾക്ക് ഇന്ത്യക്ക് ഗവൺമെന്റ്, സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെന്റിന് ഒന്നുണ്ട് ഒഫീഷ്യൽ ഗസറ്റ് ഉണ്ട്. അപ്പോൾ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. 1 നവംബർ 1956 അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമല്ല. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട 3 ഡേറ്റുകൾ എന്തൊക്കെയാണ്? 28 ഡിസംബർ 1953, 3 മാർച്ച് 1956 പ്രസിഡന്റ് ഒപ്പുവെച്ചു. അതിനുശേഷം ഇത് എനാക്ട് ചെയ്ത് എനാക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ആക്റ്റായ വർഷമാണ്. അത് കമൻസ് ചെയ്ത ഡേറ്റ്, ആക്ട് കമൻസ് ചെയ്ത ഡേറ്റ് എന്നാണ് മക്കളെ 5 നവംബർ 1956. 5 നവംബർ 1956 മറന്നു പോകരുത്, മാറിപ്പോകരുത് കേട്ടാ. ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടാ. ഓക്കെ. ഇനി എന്താ സംഭവിക്കുന്നത്? മേജർ അമെൻമെന്റ്. ഈ അമെൻമെന്റ് എല്ലാം വിശദമായിട്ട് ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോൾ ഇതിന്റെ ആക്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് അമെൻമെന്റ് എല്ലാം ഡിസ്കസ് ചെയ്യാം. ഡോണ്ട് വറി. 17 ജൂൺ 1972 മേജർ അമെൻമെന്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇത് പഠിക്കേണ്ട, ഞാനത് വിടുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ റീകൺസ്ട്രക്ട് ദ കോമ്പോസിഷൻ ആൻഡ് എക്സ്പാൻഡ് സ്റ്റാറ്റ്യൂട്ടറി മെഷീനറി ഇൻസൈഡ് ദ ഒറിജിനൽ ഗ്രാൻഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയ സെക്ഷനും അതുപോലെ 12B വന്നതും 12A വന്നതും 12A മാറ്റിയതും ഒക്കെ നിങ്ങൾ വിശദമായിട്ട് അവിടെ പഠിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് ഇത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട സെക്ഷൻസ് ഒരു 4-5 സെക്ഷനേ ഉള്ളൂ. ആ 4-5 സെക്ഷനും അതിൻ്റെ അമെൻമെൻറ്റുകളിൽ റീനമ്പറിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ചെണ്ണം. അതായത് നമുക്ക് 12B എന്ന് പറയുന്ന സാധനം 12A 12B ആയിട്ട് റീനമ്പറിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമുക്ക് ആ ക്ലാസ്സിൽ പഠിക്കാം. ഇതുമായി ബന്ധപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ. അടുത്ത 1996 റീജിയണൽ ഡീസെൻട്രലൈസേഷൻ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ആ സമയത്ത് ഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ ആ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കൽ നടപ്പിലാവില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? 6 റീജിയണൽ ഓഫീസസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. 6 റീജിയണൽ ഓഫീസും അതിൻ്റെ പേരുകളും അത് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ
അക്സെപ്റ്റബിൾ ആയിരുന്നുള്ള കാര്യവും കൂടെ നമ്മളിന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ 6 റീജിയണൽ ഓഫീസ് കൊണ്ടുവന്ന വർഷം എന്ന് പറയുമ്പോൾ 1994-95 കേട്ടോ, ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവന്നത്. ഇനി അത് റീസെൻട്രലൈസേഷൻ ചെയ്തു, എന്താ തിരിച്ചു കൊണ്ടുവന്നു. 6 മെയ് 2022 എന്ത് ചെയ്തു, ഈ പറഞ്ഞ റീജിയണൽ ഓഫീസ് എല്ലാം എന്ത് ചെയ്തു, റീലൊക്കേഷൻ ചെയ്തു, അതെല്ലാം അടച്ചു പൂട്ടി. അപ്പോൾ അതിന് ആ തീരുമാനത്തിന്റെ നമ്പർ പഠിച്ചു നോക്കിക്കുക. 558ാമത്തെ കമ്മീഷൻ ഡിസിഷൻ പ്രകാരമാണ് ഈ റീസെൻട്രലൈസേഷൻ വഴി കൊണ്ടുവന്ന 6 റീജിയണൽ സെന്റേഴ്സ് അടച്ചുപൂട്ടിയത്. എന്തുകൊണ്ടാണെന്ന് അറിയാവടാ, 2022 പണ്ടെന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ സംഭവം, ഈ 6 പേരെ കൊണ്ടുവന്നതിനാണ്. പണ്ട് മിക്കവാറും ഫയൽസ് എല്ലാം ഫിസിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. ഫിസിക്കൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒരു സാധനം കൊണ്ട് ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഇവിടെ ആ ഒരു ഫയലും കൊണ്ട് വരുമ്പോഴത്തേക്കും കാലം കുറെ കഴിയും, ട്രെയിനിലൊക്കെ കയറി പോയി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെന്റർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 6 സെന്ററുകൾ. അപ്പോൾ ഈ വർക്കിന്റെ അധികാരത്തിന്റെ വികേന്ദ്രീകരണമായിരുന്നു അവിടെ സംഭവിച്ചത്. അപ്പോൾ അധികാര വികേന്ദ്രീകരണം ഉണ്ടായിരുന്നു. അതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനാണ് കൃത്യമായിട്ട് 6 റീജിയണൽ ഓഫീസ് കൊണ്ടുവന്നത്. അതിന്റെ വർഷം മറന്നു പോകണം, 1996-95. 2022 ആയപ്പോഴത്തേക്ക് ഇന്റർനെറ്റിൻ്റെയൊക്കെ ആ ഒരു സുലഭമായിട്ടുള്ളൊരു കാലം വന്ന സമയത്ത് എന്ത് ചെയ്തു, 558ാമത്തെ കമ്മീഷൻ മീറ്റിംഗിൽ അല്ലേ ആ ഒരു ഡിസിഷൻ വരികയാണ്, നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. എന്താണ്, ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഫയലുകളൊക്കെ ഈ ഫയലുകളായിട്ട് നമുക്ക് കിട്ടും, അതിൻ്റെ മറുപടിയെല്ലാം ഈ ഫയലായിട്ട് നമുക്ക് തിരിച്ചയക്കാം, ഇനി അവരുടെ ആവശ്യമില്ല. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് അവയെല്ലാം പൂട്ടി എന്നുള്ളതാണ് അവസാനത്തെ അപ്ഡേറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് 28 ഡിസംബർ 1953 ഇവന്റിനെ കുറിച്ചാണ്. നോക്കാം. നേരത്തെ പറഞ്ഞു എന്താണ്, ആസാദ് എൻഡഡ് 53 അല്ലേ, ആ ഡേറ്റ് മറന്നു പോകണ്ട. ഡേറ്റ് 28 ഡിസംബർ 1953. ഇനാഗുറേഷൻ ബൈ മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അന്ന് അദ്ദേഹം മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ മാത്രമല്ല, വേറെ എന്തൊക്കെയാണ്, നാച്ചുറൽ റിസോഴ്സസിന്റെയും അതുപോലെ സയന്റിഫിക് റിസർച്ചിന്റെയും കൂടെ മിനിസ്റ്ററാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം എന്തിനാ, എഡ്യൂക്കേഷനും അതുപോലെ എന്താണ് സയന്റിഫിക് റിസർച്ചും നാച്ചുറൽ റിസോഴ്സസും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്ത്യ അന്ന് നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിൻ അല്ലേ. ആൾക്കാരൊക്കെ ആവശ്യത്തിന് ആഹാരവും വസ്ത്രവും അതുപോലെ പാർപ്പിടവും ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ. പിന്നെന്താണ്, നാച്ചുറൽ റിസോഴ്സ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഉപയോഗിക്കണം. എന്തുവേണം, നല്ല വിദ്യാഭ്യാസം കൊണ്ടുവരണം. അതുപോലെ അതുമായി ബന്ധപ്പെടുത്തി ശാസ്ത്രീയമായിട്ടുള്ള റിസർച്ചുകൾ കൊണ്ടുവരണം. അപ്പോൾ ഈ 3 സംഭവം കൈകാര്യം ചെയ്ത ആരാണ്, മൗലാന അബുൽ കലാം ആസാദാണ്. നമ്മുടെ പ്രസിഡന്റ് അല്ല, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ ജവഹർലാൽ നെഹ്റു നമ്മുടെ ഈ മീറ്റിങ്ങിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള പഴയ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം മറന്നു അല്ലെ, ഞാൻ വിജ്ഞാൻ വിമുക്തയെ കേട്ടോ, ശാസ്ത്രീയമായിട്ടുള്ള അറിവിൽ നിന്നും അറിവിലൂടെ എന്ത് നേടുക, വിമുക്തി നേടുക എന്നുള്ളതാണ് നമ്മുടെ UGCയുടെ ആ ഒരു എന്താ പറയുക, ഒരു മോട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും. ഈ ചിഹ്നം മറന്നു കേട്ടോ, അശോക ചക്രമുണ്ട്, അതുപോലെ ഒരു പുസ്തകമുണ്ട്, പറക്കുന്ന പക്ഷിയുണ്ട്, 3 കാര്യങ്ങൾ അവിടെ ഉള്ളത്. ഇത് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ എന്താണ്, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, മറന്നു പോകരുത്, നാച്ചുറൽ റിസോഴ്സസും സയന്റിഫിക് റിസർച്ചും. 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. ഡേറ്റ് നമ്മൾ പഠിച്ചാണ് അല്ലേ. പോർട്ട്ഫോളിയോ ആരുടെ, മൗലാന അബുൽ കലാം ആസാദിന്റെ പോർട്ട്ഫോളിയോ എന്താണ്, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ മിനിസ്റ്റർ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ച് എന്തിലുണ്ടാകണം, നാച്ചുറൽ റിസോഴ്സിൽ ഉണ്ടാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് നന്നാവണം, നമ്മുടെ എഡ്യൂക്കേഷൻ നന്നാവണം അല്ലേ. അപ്പോൾ നാച്ചുറൽ റിസോഴ്സിലെ സയന്റിഫിക് റിസർച്ച് നടത്തണം, അതിനുവേണ്ടി എഡ്യൂക്കേഷൻ നന്നാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രിയപ്പെട്ട മൗലാന അബുൽ കലാം ആസാദ് സാറിനെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി നിർത്തിയത് അല്ലേ, അല്ലെങ്കിൽ ഈ 3 വകുപ്പും ഒരുമിച്ച് കൈയേൽപ്പിച്ചു കൊടുത്തത്. അതിന് മറന്നുപോലല്ലോ. ഓക്കെ, ഇനി ഹി വാസ് ദ ഇൻഡിപെൻഡന്റ് ഇന്ത്യസ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോഴറിയാം ആരാണ്, മൗലാന അബുൽ കലാം ആസാദ് അല്ലേ. ഇനി അപ്പോൾ ഈ ഒരു ഇനാഗുറൽ മീറ്റിങ്ങിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ച ആരാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. മറന്നു പോകരുത്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ചിത്രം നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇനി അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. ആ സമയത്ത് എൻ്റെ ലീഗൽ പൊസിഷൻ എന്താണ്, ഇറ്റ് വാസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ അഡ്വൈസറി അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ അല്ലേ, അങ്ങനെയുള്ള ഒരു ബോഡി ആയിരുന്നു. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് വന്നത് എന്നാണ് 1956 അത് നമുക്ക് അറിയാവുന്ന കാര്യം, പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മിറ്റി ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം അല്ലേ. അതായത് ഏതിന്റെ മോഡലിലാണ് ഇത് വന്നത്, UK ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മിറ്റിയുടെ മോഡലിലാണ് 1953 നമുക്ക് ഈ സംഭവം നിലവിൽ വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചെയർപേഴ്സൺസ്, എപ്പോഴും നിങ്ങൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന കുറച്ച് പ്രശ്നങ്ങളുള്ള മേഖലയാണ്. ആരൊക്കെയാണ്,
അപ്പോൾ UGCയുടെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഉത്തരം ശാന്തി സ്വരൂപ് ഭട്നാഗർ എന്നായിരിക്കും. 953 മുതൽ 55 വരെ. അപ്പോൾ ഇവിടെ എപ്പോഴും കുഴക്കുന്ന ചോദ്യം, പലരും തെറ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ശാന്തി സ്വരൂപ് ഭട്നാഗർ എന്ന് പറയുമ്പോൾ 953 മുതൽ 55 വരെ ആരായിരുന്നു? ചെയർപേഴ്സൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 56 എന്ത് കിട്ടി? 56 ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടി. അന്ന് തൊട്ട് CD ദേശ്മുഖ്. ഇതിനിടയ്ക്ക് 2 ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ. മിക്കവാറും സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളെ തെറ്റിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പൊ ഇതിനെയാണ്, ഈ ഒരു എറയാണ് നമ്മൾ എന്തെന്ന് പറയുക? നോൺ സ്റ്റാറ്റ്യൂട്ടറി എറ എന്ന് പറയുക, അല്ലെങ്കിൽ പ്രീ സ്റ്റാറ്റ്യൂട്ടറി എറ എന്ന് പറയുക. അതായത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പദവി ലഭിക്കുന്നതിന് മുന്നിലുള്ള എറയാണ് 953 മുതൽ 56 വരെ. ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗറാണ് ഏറ്റവും കൂടുതൽ കാലം ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നത്. അതിനോടൊപ്പം ഹുമയൂൺ കബീർ, പിന്നെ അതിനുശേഷം 55-56 കുറച്ച് നാൾ, അതിനുശേഷം PT ഹൃദയനാഥ് കുൻസ്രു അല്ലേ, അദ്ദേഹമാണ് ആ ട്രാൻസിഷൻ പീരീഡിൽ നമ്മുടെ ചെയർപേഴ്സൺ ആയിട്ടിരുന്നത്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പ്രധാനപ്പെട്ട ഓഫീഷ്യൽ രേഖകളിലൊന്നും ഇത് സംഭവം ഇങ്ങനെ കൊടുത്തിട്ടില്ല. ഈ 2 പേരെല്ലാം കൊടുത്തിട്ടുള്ളത്. മിക്കവാറും മാറി മാറി ചോദിക്കുന്നത് ഒന്നാമത്തെ പേര് ഇതും രണ്ടാമത്തെ പേര് ഇതുമാണ്. ഇനി മാറിപ്പോകുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നോക്കാം, ഇത് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷമുള്ള നമ്മുടെ ചെയർപേഴ്സൺ ആരാണ് മക്കളെ? ഡോക്ടർ CD ദേശ്മുഖ് ആണ്. എന്തുകൊണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ 953 മുതൽ 55 വരെ ചെയർപേഴ്സൺ ആയിരുന്നു. എന്തിൻ്റെ? നമ്മുടെ UGCയുടെ. അപ്പോൾ ഫസ്റ്റ് ചെയർപേഴ്സൺ ലിസ്റ്റഡ് ബൈ ഒഫീഷ്യൽ UGC റെക്കോർഡ്സ്. ഒഫീഷ്യൽ UGC റെക്കോർഡ്സിൽ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ശാന്തി സ്വരൂപ് ഭട്നാഗർ തന്നെയാണ്. ആ പീരീഡ് നമ്മളെന്ന് വിളിക്കും പ്രീ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് എന്ന് വിളിക്കും അല്ലേ. അതുപോലെ ഈ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, നമ്മുടെ CSIR ലബോറട്ടറീസിന്റെ ഡെവലപ്മെന്റിലും ആയി ബന്ധപ്പെടുത്തി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സാം പ്രാധാന്യം ഇത്രയാണ്. ഫസ്റ്റ് ചെയർപേഴ്സൺ അല്ലേ, ഫസ്റ്റ് ചെയർപേഴ്സൺ ചോദിച്ചാൽ ആരെ നമ്മൾ എഴുതും? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ അല്ലേ, അത് കൃത്യമായിട്ട് നമ്മൾ എഴുതുക. അതുപോലെ എന്താണ്? CSIR ലബോറട്ടറി ഡെവലപ്മെന്റുമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഹുമയൂൺ കബീറും ഉണ്ട്, അതുപോലെ ഹൃദയനാഥ് കുൻസ്രു അല്ലേ. ഇത്രയും പേര് ആണ് നമുക്ക് അതിനിടയ്ക്കുള്ളത്. അപ്പോൾ CD ദേശ്മുഖ്, ശാന്തി സ്വരൂപ് ഭട്നാഗർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, നമുക്കറിയാം. CD ദേശ്മുഖ് ആരാടെ? ഒരു വിദ്യാഭ്യാസ വിചക്ഷണനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച എവിടെയാണ്? ധനകാര്യ മേഖലയിലാണ് അല്ലേ. അപ്പൊ നോക്കുക, 56 ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ബോഡി ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റാറ്റ്യൂട്ടറി എറ ആരാണ്? CD ദേശ്മുഖ്. എന്തുകൊണ്ട്? ഗവർണർ ഓഫ് RBI ആയിരുന്നു. അതുപോലെ മുൻ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററും ആയിരുന്ന CD ദേശ്മുഖിനെ ഈ പണി ഏൽപ്പിക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്? മനസ്സിലായി. 956 ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത്. എങ്ങനെ, എന്ന് തൊട്ടേ പറ, ആ ഡേറ്റ് ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്തേ. എന്നാണ്? മാർച്ച് 3 അല്ലേ. മാർച്ച് 3 പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത്. അതിനുശേഷം നവംബർ 1 എന്തിൽ ചെയ്തു? നമ്മുടെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് പറഞ്ഞു 5 തൊട്ട് ഈ നിയമം നിലവിൽ വരുന്നു. അപ്പോൾ 5 നവംബർ 956 ഈ നിയമം എന്താകുന്നത്? നിലവിൽ വരുന്നത്, നിയമം വരുന്നത്. നിയമം ആയതെന്ന ഇനാക്ട് ചെയ്ത വർഷം എന്നാണ്, ഡേറ്റ് എന്നാണ്? മാർച്ചിലാണ് അല്ലേ. ഓക്കെ, മറന്നു പോകരുത്. അപ്പോൾ ആദ്യം നമ്മുടെ 953 52 പറഞ്ഞെന്താണ് പറഞ്ഞത്? 52 നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും വേണ്ടിയിട്ടുള്ള ഗ്രാൻറ്റുകളെല്ലാം UGC വഴി കൊടുക്കട്ടെ. അപ്പോൾ UGC എന്ന് പറയുമ്പോൾ വേറൊരു കമ്മിറ്റി മാത്രമാണ്. അതിനെ കമ്മീഷനാക്കാൻ ആര് പറഞ്ഞായിരുന്നു? രാധാകൃഷ്ണൻ സാർ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 53 ഡിസംബർ 28 നമ്മുടെ ഒരു കമ്മീഷൻ കമ്മീഷൻ വന്നു. അപ്പോൾ എന്ത് വേണം? പെർമനന്റ് ആയിട്ട് ചെയർപേഴ്സൺ വേണമെന്ന് പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? നമ്മുടെ രാധാകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തിയാണ് ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ. അപ്പോൾ അത് പ്രീ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് ആണ് അല്ലേ. പ്രീ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ്. അദ്ദേഹം ഒരു നല്ലൊരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. അതിനുശേഷം 2 വ്യക്തികളുടെ വയറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ട പേരെന്താണ്? CD ദേശ്മുഖ് 956 മുതൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റാറ്റ്യൂട്ടറി എറ. ഇത് കൃത്യമായിട്ട് ചോദിക്കും കേട്ടോ, കൃത്യമായിട്ട് ചോദിക്കും, മാറിപ്പോകും. ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ്. അതേസമയം CD ദേശ്മുഖ് ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റാറ്റ്യൂട്ടറി എറ, മറന്നു പോകരുത് കേട്ടോ. അതുപോലെ അദ്ദേഹം വേറെ ആരൊക്കെ ആയിരുന്നു? അദ്ദേഹം നമ്മുടെ ആദ്യത്തെ RBI ഗവർണർ ആയിരുന്നു അല്ലേ. RBIയുടെ ആദ്യത്തെ ഗവർണറും അതുപോലെ മുൻ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററും ആയിരുന്നു. പൈസ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയപ്പോൾ ഒത്തിരി പൈസ UGCയിലേക്ക് വന്നു. അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് CD ദേശ്മുഖിനെ ആരാക്കിയത്? ഇതിന്റെ ചെയർപേഴ്സൺ ആക്കിയത്, മറന്നു പോകരുത്. ഇനി മാധുരി ഷാ. ചില സ്ഥലങ്ങളിലൊക്കെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ആണ്. വർഷം
981 മുതൽ 986 വരെ. അപ്പോൾ മാധുരി ആർ ഷാ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് UGC. മറന്നു പോകരുത്, ഇപ്പൊ തന്നെ റിപ്പീറ്റ് ചെയ്ത് 5 തവണ പറയടാ. മാധുരി ആർ ഷാ ആരാണ്? 981 മുതൽ 86 വരെ. 981 മുതൽ 86 വരെ. ഇവിടെ വർഷം ഒന്ന് പഠിച്ചു വെക്കേണ്ട. ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് ദ UGC എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ആരാണ്? മാധുരി ആർ ഷാ, ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് UGC. മറന്നു പോകരുത്. ഇനി ഇപ്പോ നിലവിലാരാ? കറണ്ട് സ്റ്റാറ്റസ് ഡോക്ടർ വിനീത് ജോഷിയാണ് കേട്ടോ. ഇപ്പോ അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഡീഷണൽ ചാർജാണ് ഇരിക്കുന്നത്. ഒഫീഷ്യൽ UGC വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ആരാണ്? ഡോക്ടർ വിനീത് ജോഷിയാണ്, പക്ഷേ അഡീഷണൽ ചാർജാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് ഏറ്റവും കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ വിനീത് ജോഷി. അപ്പോൾ ഏതൊക്കെ പേര് പഠിക്കണം? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ, ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് UGC അല്ലേ? എന്നാണ് പ്രീ സ്റ്റാറ്റ്യൂട്ടറി എറയിൽ. സ്റ്റാറ്റ്യൂട്ടറി എറ ആയപ്പോഴത്തേക്ക് ആര്? CD ദേശ്മുഖ്. അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ അല്ലേ? RBI ഗവർണറും അതുപോലെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററും ആയിരുന്നു. നല്ല പൈസ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു. പിന്നെ പെണ്ണുങ്ങളായിട്ട് ആദ്യം വന്ന ആരാണ്? ആരാണ്? മാധുരി ആർ ഷാ. മറന്നു പോകരുത്, മാധുരി ആർ ഷാ, മറന്നു പോകരുത്, മാധുരി ആർ ഷാ. അപ്പോൾ ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ ചെയർപേഴ്സൺ ആകുന്ന വർഷം 953. CD ദേശ്മുഖ് ചെയർപേഴ്സൺ ആകുന്ന വർഷം 956. കാരണം 956ലാണ് ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത്. മാധുരി ആർ ഷാ ആയ വർഷം നിങ്ങൾ ഓർക്കണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുപോലെ ഇപ്പോൾ നിലവിലാരാണ്? ഡോക്ടർ വിനീത് ജോഷിയാണെന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഐഡന്റിറ്റി, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഓഫീസുകൾ, ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. ഇതുവരെ ഇതെങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, കാണാതെ പഠിക്കേണ്ടതൊന്നും. ഇപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്താണ്? ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ. അല്ലേ? നമുക്കറിയാം 956 നമ്മുടെ നിയമം മൂലം പ്രാബല്യത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. എന്തിൻ്റെ കീഴിലാണെന്ന് മനസ്സിലാക്കണം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് എന്ത് പ്രവർത്തിക്കുക? UGC പ്രവർത്തിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ, അത് മറന്നു പോകരുത്. ഇനി ഇതിൻ്റെ പാരന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആണ് ഇതിൻ്റെ പാരന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ജസ്റ്റ് ഒന്ന് കേട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് മക്കളെ? ബഹദൂർ ഷാ സവാർ മാർഗ്, ന്യൂഡൽഹി. ബഹദൂർ ഷാ സവാർ മാർഗ്, ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അഡീഷണൽ ഓഫീസുകളുണ്ട്. ഫിറോസ് ഷാ കോട്ടിലാണ്, കേട്ടിട്ടുണ്ട്, ക്രിക്കറ്റ് കളിക്കാർ കേട്ടിട്ടല്ലേ? ഫിറോസ് ഷാ റോഡ്, ന്യൂഡൽഹിയിൽ ഒരു അഡീഷണൽ ഓഫീസുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അല്ലേ? അതെല്ലാം ഈ ഒരു ഓഫീസിലാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ ഓൺലൈൻ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഫിറോസ് ഷാ റോഡിലുള്ള ഓഫീസിലാണ്. ഓക്കെ, അപ്പോൾ പിന്നെന്താണ്? UGC നെറ്റിൻ്റെ ഓഫീസ്. നെറ്റ് അറിയാം അല്ലേ? നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. സൗത്ത് ക്യാമ്പസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ബെനിറ്റോ ജോറസ് മാർഗ്, ന്യൂഡൽഹി അല്ലേ? സൗത്ത് ക്യാമ്പസ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ബെനിറ്റോ ജോറസ് മാർഗ്, ന്യൂഡൽഹിയാണ് നെറ്റിൻ്റെ ഓഫീസ്. അപ്പോൾ ഈ ഓഫീസൊന്നും അങ്ങനെ എടുത്ത് ചോദിക്കൂല കേട്ടോ. ഇനി ഇതിൻ്റെ മോട്ടോ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ജ്ഞാൻ വിജ്ഞാൻ വിമുക്തയെ. നോളജ് അല്ലെങ്കിൽ സയന്റിഫിക് നോളജ് ലിബറേറ്റ്സ് അസ് അല്ലേ? നമ്മളെ ലിബറേറ്റ് ചെയ്യുന്നു, നമ്മളെ സ്വതന്ത്രരാക്കുന്നു അല്ലേ? ശാസ്ത്രീയമായ അറിവ് നമ്മളെ സ്വതന്ത്രരാക്കുന്നു. ഇത് പഠിച്ചു വെക്കുക. ജ്ഞാൻ വിജ്ഞാൻ വിമുക്തയെ. പ്രബുദ്ധയെ എന്നല്ല പറയുന്നത്, വിമുക്തയെ മറന്നു പോകരുത് അല്ലേ? അപ്പോൾ ഇതിന്റെ മോട്ടോ എന്താണ്? ജ്ഞാൻ വിജ്ഞാൻ വിമുക്തയെ, അല്ലെങ്കിൽ നോളജ് അല്ലെങ്കിൽ സയന്റിഫിക് നോളജ് ലിബറേറ്റ്സ് അസ് എന്നാണ് അല്ലേ? ഇനി ലോഗോ പഠിക്കണം. ലോഗോ പഠിച്ചിരിക്കണം. ലോഗോയിൽ എന്തെല്ലാം ഉണ്ടെന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ? എന്തൊക്കെയുണ്ട്? അശോക ചക്രയുണ്ട്. ചക്രം കൊണ്ട് നമ്മൾ അതൊരു ഓപ്പൺ തുറന്നു വെച്ചൊരു ബുക്കുണ്ട്. അതുപോലെ ഫ്ലൈയിങ് ബേർഡ് ഉണ്ട് അല്ലേ? നമുക്കെന്താണ്? ഒരു തുറന്നു വെച്ച ബുക്കിലൂടെ കിട്ടുന്ന അറിവിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലിബറേറ്റ് ചെയ്യപ്പെടുന്നു, നമ്മൾ ഉയർന്നു പറക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മോട്ടോ. ആ മോട്ടോയും അതുപോലെ അതിൻ്റെ ആ ഒരു ചിഹ്നവും വളരെയധികം കോറിലേറ്റ് ചെയ്തു പോകുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യം പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഇത്തവണ ചോദിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് ബഹദൂർ ഷാ സവർ മാർഗ്, ന്യൂഡൽഹി. അഡീഷണൽ ഓഫീസുണ്ട് ഫിറോസ് ഷാ റോഡിൽ അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഇവിടെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ പാരന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മുടെ UGC എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പ്രധാനമായിട്ടും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് 6 റീജിയണൽ ഓഫീസുകൾ നമുക്ക് സ്ഥാപിച്ചു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്കും 5-1 മാത്രമേ ഉള്ളൂ ഇത് പഠിക്കേണ്ട സാധ്യത. 5-1 ചോദിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്.
ഇനി ചോദിച്ചു കൂടായികയില്ല. ഓക്കെ, കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ചോദിക്കാൻ സാധ്യത കുറവാണെന്ന് പറയാൻ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോഴും ഇല്ല. ഇതെന്ത് ചെയ്തു? ഇത് 2022 എന്ത് ചെയ്തു? ഇതിനെല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നോക്ക്, വെസ്റ്റേൺ റീജിയണൽ ഓഫീസ് അത് എവിടെ, ഏത് സിറ്റിയിലാണ്? പൂനെയിലായിരുന്നു. വെസ്റ്റേൺ റീജിയണൽ ഓഫീസ്, ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഇന്ത്യ ഈസ് ദ ബെസ്റ്റ്. പൂനെ എന്ന് പറയുമ്പോൾ എവിടെയും ബോംബെ അല്ലേ? വെസ്റ്റേൺ കിഴക്കല്ല, പടിഞ്ഞാറൻ റീജിയണൽ ഓഫീസ് പൂനെ ബോംബെയിലായിരുന്നു അല്ലേ? അപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ ആൻഡ് ഫോമർ UT ഗ്രൂപ്പിംഗ്സ് അസൈൻ ടു ദ റീജിയൻ. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഈ എന്താണ് ജൂറിസ്ഡിക്ഷൻ ഒന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. എന്തായാലും കേരളത്തിൻ്റെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ് സൗത്ത് വെസ്റ്റേൺ റീജിയൻ ബംഗളൂരുവിലായിരുന്നു. അതിലായിരുന്നു നമ്മുടെ കേരളത്തിനെയും കർണാടകയും ലക്ഷദ്വീപിനെയും നിയന്ത്രിച്ചിരുന്ന ആ ഒരു റീജിയണൽ ഓഫീസ്. ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ ഒരു സ്ലൈഡ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. സെൻട്രൽ റീജിയണൽ ഓഫീസ് എന്ന് പറയുമ്പോൾ ഭോപ്പാലിലായിരുന്നു. മധ്യപ്രദേശ്, രാജസ്ഥാൻ ആൻഡ് ഛത്തീസ്ഗഡ്. ഇനി ഈസ്റ്റേൺ കിഴക്കൻ രാജ്യം വരുമ്പോഴത്തേക്ക് എന്താണ് വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ എല്ലാം വരും. കൊൽക്കട്ടയിലായിരുന്നു. സൗത്ത് ഈസ്റ്റേൺ റീജിയൻ എന്ന് പറയുമ്പോൾ ഹൈദരാബാദിൽ, അതിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, പുതുച്ചേരി ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എല്ലാം സൗത്ത് ഈസ്റ്റേൺ റീജിയണൽ ഓഫീസിന്റെ കീഴിലായിരുന്നു. ഇനി നോർത്ത് ഈസ്റ്റേൺ ഉണ്ട് ഗുവാഹട്ടിയിൽ. അതിൽ ആസാം, മേഘാലയ, മിസോറാം, മണിപ്പൂർ, ത്രിപുര, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ആൻഡ് സിക്കിം. ഇതൊന്നും ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ റീജിയൻ എടുത്തിട്ട് നമ്മളൊന്ന് ഒരു കുത്തിടുക. കാരണം പൂനെ ഒരു കുത്തിടുക, ഭോപ്പാൽ കുത്തിടുക, കൊൽക്കത്ത കുത്തിടുക, ഹൈദരാബാദ് കുത്തിടുക, ഗുവാഹത്തി കുത്തിടുക, ബാംഗ്ലൂർ കുത്തിടുക. അപ്പോൾ ബാംഗ്ലൂർ പഠിച്ചു വെക്കണം, കേരളവുമായി ബന്ധപ്പെടുത്തിയ ആ സ്ഥലമാണ്. അത് പഠിച്ചു വെച്ചേക്കുക. എന്നിട്ട് ഇതിൻ്റെ പേരുകൾ, അപ്പോൾ എന്തൊക്കെയാണ് പേരുകൾ വെച്ച് തന്നെ നമുക്ക് ആ ഒരു ദിക്ക് വെച്ച് തന്നെ അത് അറിയാൻ പറ്റും. പൂനെയിൽ വെസ്റ്റേൺ, ഇനി എന്താണ് ഈസ്റ്റേൺ എവിടെയാണ്? കൊൽക്കട്ടയിൽ അങ്ങേറ്റത്ത് അല്ലേ? അപ്പോൾ പിന്നെന്താണ് സെൻട്രൽ റീജിയൻ ഭോപ്പാൽ. ഇനി സൗത്ത് ഈസ്റ്റും ഉണ്ട്, നോർത്ത് ഈസ്റ്റും ഉണ്ട്. സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, പിന്നെ സൗത്ത് വെസ്റ്റും ഉണ്ട്. നോർത്ത് വെസ്റ്റ് ഇല്ല കേട്ടാ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 റീജിയൻസ് ആയിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എത്ര 558ാമത്തെ കമ്മീഷൻ മീറ്റിംഗിൽ 6 മെയ് 2022 റീജിയണൽ ഓഫീസ് റീലൊക്കേറ്റഡ് ടു ന്യൂഡൽഹി. ഇത് ന്യൂഡൽഹിയിലോട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കോൺട്രവേഴ്സിയൊക്കെ അന്നുണ്ടായി. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡീസെൻട്രലൈസേഷൻ ആയിരുന്നു. നമ്മുടെ UGCയുടെ ഒരു ഡീസെൻട്രലൈസേഷൻ. എല്ലാ മേഖല ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഒരു ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ? എന്തുകൊണ്ടാ ഉപഭൂഖണ്ഡം? അത്രയും വലുതായതുകൊണ്ടാണോ? അത്രയും വലുതായതുകൊണ്ടല്ല. നമുക്ക് ഒരു ഭൂമിയിൽ അനുഭവിക്കാൻ പറ്റുന്ന സകലമാന കാലാവസ്ഥ ഇന്ത്യയിലുണ്ട്. അത് അത്രയും മൈനസ് ഡിഗ്രി തൊട്ട് അത്രയും ഉഷ്ണം വരെയുള്ള നമ്മളെ മരുഭൂമി വരെ ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് തന്നെയാണ്. പീഠഭൂമികളുണ്ട്, ദ്വീപസമൂഹങ്ങളുണ്ട് അല്ലേ? ഇടനാടുണ്ട്, മലനാടുണ്ട്, തീരപ്രദേശങ്ങളുണ്ട്. അതുപോലെ നമ്മൾ സമുദ്രത്തിനും ഉൾക്കടലിനും അറബിക്കടൽ, സമുദ്രം ഇതിൻ്റെയൊക്കെ അതിർത്തി പങ്കിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങൾ. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയപ്പെടുന്നത്. എത്ര ഭാഷകൾ അല്ലേ? എത്ര സംസ്കാരങ്ങൾ. പട്ടിയെ തിന്നുന്ന നാടുണ്ട്, പാമ്പിനെ തിന്നുന്ന നാടുണ്ട് അല്ലേ? അപ്പോൾ പശുവിനെ തിന്നാത്ത നാടുണ്ട്, പശുവിനെ തിന്നാൻ അടിച്ചു കൊല്ലുന്ന നാടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നാടുകളും ഒരുപാട് സംസ്കാരങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഓരോ സ്ഥലങ്ങളുടെയും പൾസ് അറിയലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ 6 റീജിയണൽ ഓഫീസുകളെ തിരിച്ചു കൊണ്ടുപോയത് ശരിയായില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ. എന്തായാലും തിരിച്ചു കൊണ്ടുപോയി. ചെലവ് ചുരുക്കണം. അതിനോടൊപ്പം ഇൻ്റർനെറ്റൊക്കെ ഇത്രയും വികസിച്ചതോടുകൂടി ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഫയൽ നേരിട്ട് എവിടെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഡൽഹിയിൽ എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നേരെ തിരിച്ചു കൊണ്ടുപോയത് കേട്ടോ. പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? 558ാമത്തെ കമ്മീഷൻ മീറ്റിംഗിലാണ് ഈ തീരുമാനം എടുത്തത്. 2022 മെയ് 6 റീജിയണൽ ഓഫീസ് എല്ലാം അടച്ചുപൂട്ടി. ഓക്കെ, അടച്ചുപൂട്ടി എന്നല്ല ഇവിടെ പറയുന്നത്, റീലൊക്കേറ്റഡ് ടു ന്യൂഡൽഹി എന്നാണ്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതെല്ലാം കാണാൻ പഠിച്ച് വെക്കേണ്ട ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. അതുപോലെ സൗത്ത് വെസ്റ്റേൺ റീജിയണൽ ഓഫീസ് ആയിരുന്നു പണ്ട് ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന സൗത്ത് വെസ്റ്റേൺ റീജിയണൽ ഓഫീസ് ആയിരുന്നു കേരളത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന റീജിയണൽ ഓഫീസ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെയാണ് മക്കളെ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ എപ്പോഴും വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ മാൻഡേറ്റ്സ്, എയിംസ്, ഫങ്ഷൻസ് അല്ലേ? അതിൻ്റെ നിയമപരമായിട്ടുള്ള മാൻഡേറ്റ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ്. പ്രൊമോട്ട് ആൻഡ് കോർഡിനേറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഈ വാക്കുകൾ കണ്ട ഓർമ്മയുണ്ട? നിങ്ങൾ ഓർമ്മയുണ്ട?
PYQലുണ്ട്. പ്രൊമോട്ട് ആൻഡ് കോർഡിനേറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക, ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. അതായത് നമുക്കറിയാം എന്തിനാ ഈ UGC എല്ലാം, എന്തിനാടേ? ചുമ്മാ ഇരുന്നാൽ പോരെ, പല സ്ഥലങ്ങളിൽ പല പോലെ പഠിപ്പിച്ചാൽ പോലെ, കുഴപ്പമില്ല. ഇന്ത്യയിൽ കേരളത്തിൻ്റെ സംസ്കാരമല്ല നാഗാലാൻഡിൽ, അല്ലേ? നാഗാലാൻഡിൽ വേണ്ടിയുള്ള ഡിഗ്രിക്കാരൻ ഉണ്ടാക്കിയാൽ പോരാ. എന്ത് വേണം? അവിടെ ഒരു യൂണിഫോമിറ്റി വേണം. നാഗാലാൻഡിൽ നിന്ന് ഡിഗ്രി നേടുന്നൊരു കുട്ടിയും കേരളത്തിൽ നിന്ന് ഡിഗ്രി നേടുന്ന കുട്ടിക്കും ഒരു യൂണിഫോമിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കോർഡിനേഷൻ ആവശ്യമാണ്, അല്ലേ? പ്രൊമോട്ട് ആൻഡ് കോർഡിനേറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇനി ഡിറ്റർമൈൻ ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്, എക്സാമിനേഷൻ ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ എന്തിന്റെ കേന്ദ്രമായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പൊ റിസർച്ച് ഉണ്ടാകണമെന്ന് പറഞ്ഞു, അല്ലേ? റിസർച്ച് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ അതുപോലെ ടീച്ചിങ് എക്സാമിനേഷൻ ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് വേണം. നടക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? UGCയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തെന്താണ്? ഫ്രെയിം റെഗുലേഷൻസ് ഓൺ മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ. മിനിമം സ്റ്റാൻഡേർഡ്, ഇതിനപ്പുറം പോയാൽ നിനക്ക് ഗ്രാന്റ് തരൂലടാ എന്ന് പറയാൻ അധികാരം ആർക്കുണ്ട്? UGCക്ക് ഉണ്ട്. അപ്പോൾ എന്താണ്? മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് ഫോം ചെയ്യേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? UGCയുടെ ഉത്തരവാദിത്തമാണ്. മോണിറ്റർ ഡെവലപ്മെന്റ്സ് ഇൻ യൂണിവേഴ്സിറ്റി ആൻഡ് കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ. അതുപോലെ മോണിറ്റർ ഡെവലപ്മെന്റ്സ് ഇൻ യൂണിവേഴ്സിറ്റി ആൻഡ് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ. കോളേജ് വിദ്യാഭ്യാസത്തിലും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലും ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ്, അതായത് പുതിയ വ്യത്യാസങ്ങൾ മോണിറ്റർ ചെയ്യുക. ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത തലത്തിലേക്ക് പോകാണ്ട് മോണിറ്റർ ചെയ്ത് നിർത്തുക. ഓക്കെ. ഇനി ഇൻക്വയർ ഇൻ ടു ദ ഫൈനാൻഷ്യൽ നീഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റികൾക്ക് ഉറപ്പായിട്ടും ഫൈനാൻഷ്യൽ നീഡ്സ് ഉണ്ടായിരിക്കും, അല്ലേ? എന്നാലേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുക. അതുപോലെ അലോക്കേറ്റ് ആൻഡ് ഡിസ്ബേഴ്സ് ഗ്രാൻസ് ഫ്രം ദ UGC ഫണ്ട് ആസ് ഓതറൈസ്ഡ് ബൈ ദ ആക്ട് പറഞ്ഞിരിക്കുന്നത് പോലെ UGC ഫണ്ട് എന്നുള്ള പൈസ എടുത്ത് ആവശ്യങ്ങൾക്ക് കൊടുക്കുക, അല്ലേ? അതുപോലെ റെക്കമെൻഡ് മെഷേഴ്സ് റെക്കേർഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, അല്ലേ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആവശ്യമുള്ള മെഷേഴ്സ് റെക്കമെൻഡ് ചെയ്യുക, നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക. ആക്ട് ആസ് എ വൈറ്റൽ ലിങ്ക് എമംഗ് ദ ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് യൂണിയൻ ഗവൺമെന്റ്. ഒരു പ്രധാനപ്പെട്ട ലിങ്കായിട്ട് പ്രവർത്തിക്കുക. ആരൊക്കെ തമ്മിൽ? സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്, ഇവിടെ എന്താണ്? യൂണിവേഴ്സിറ്റികൾ, അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവരെ 3 പേരെയും കൂടെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുക, അല്ലേ? ഇനിയുണ്ട്, കഴിഞ്ഞില്ല മക്കളെ. എന്താണ്? അഡ്വൈസ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ആരൊക്കെ അഡ്വൈസ് കൊടുക്കണം? സെൻട്രൽ ഗവൺമെന്റ് അഡ്വൈസ് കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കണം, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ഓൺ മെഷേഴ്സ്. ഞാൻ ഇടുന്ന ഈ പോസ് എല്ലാം കട്ട് ചെയ്തോണേ. എന്തിനു വേണ്ടിയിട്ട്? ഓൺ മെഷേഴ്സ് നീഡഡ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഉപദേശിക്കുകയും ആരുടെ ഉത്തരവാദിത്തമാണ്? UGCയുടെ ഉത്തരവാദിത്തമാണ്. ഇനി കളക്ട് ആൻഡ് ഡിസമിനേറ്റ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. അതായത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, സ്വീകരിക്കണം. അല്ലെങ്കിൽ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ കൃത്യമായിട്ട് പറഞ്ഞാൽ ശേഖരിച്ച് കീശത്ത് വെച്ചാൽ മാത്രം മതിയോ? പോരാ. എന്ത് ചെയ്യണം? ഡിസമിനേറ്റ് ചെയ്യണം, ആവശ്യക്കാർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. എന്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ. എവിടെ നിന്നും? ഇന്ത്യയിൽ നിന്നും എബ്രോഡിൽ നിന്നും. ഇന്ത്യയിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, എബ്രോഡിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റി പറഞ്ഞു കൊടുക്കണം, ഇന്ന ചേഞ്ചസ് ഇന്ന സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കൂ. അപ്പോൾ എന്താണ്? ഡിസമിനേറ്റ് ചെയ്ത് കൊടുക്കണം ഈ ഇൻഫർമേഷൻ. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ദ ആക്ട്. എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റികളെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയോ റെക്കഗ്നൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? UGCക്കുള്ളതാണ്. UGC റെക്കഗ്നേഷൻ ക്യാൻസൽ ആയിരുന്നേ കേട്ടിട്ടില്ലേ? അണ്ണാമല യൂണിവേഴ്സിറ്റി അടുത്ത് കേട്ടില്ലേ നിങ്ങൾ? ഭാരതീയ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഈ പ്രശ്നം നേരിടുമെന്ന് തോന്നുന്നു. ഭാരതീയറിൽ പഠിച്ച കുട്ടികൾക്ക് അംഗീകാരമില്ല, UGC അംഗീകരിച്ചിട്ടില്ല, അല്ലേ? അപ്പോൾ നമുക്ക് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ദി ആക്ട്.
ആൻഡ് മെയിൻറ്റെയിൻ പബ്ലിക് ലിസ്റ്റ് ഇൻക്ലൂഡിംഗ് വാർണിംഗ് റിഗാർഡിംഗ് ഫേക്ക് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നമ്മുടെ ആക്ട് പറയുന്നുണ്ട് ഇന്ന സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്താൽ മാത്രമേ അവയെ യൂണിവേഴ്സിറ്റി ആക്കി വെക്കാൻ പറ്റത്തുള്ളൂ, അവയ്ക്ക് റെക്കഗ്നേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അവയെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ആക്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആക്ട് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളെ അംഗീകരിക്കുകയും നാട്ടുകാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പബ്ലിക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യണം. നിങ്ങൾ UGCയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൽ ഏതൊക്കെ നിയമത്തിന് 12A 12B ഏതൊക്കെ രണ്ടും നമുക്ക് ഈ പറഞ്ഞ ഗ്രാൻഡ് എലിജിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ്. അത് ഗ്രാൻഡ് കിട്ടുന്നുണ്ടോ, അംഗീകാരമുണ്ടോ, മിനിമം അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക് ലിസ്റ്റായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കിയിട്ട് മാത്രമേ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാവുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡിങ് വാർണിങ്സ്, ഞാൻ പറഞ്ഞില്ല നാട്ടുകാർക്കുള്ള വാർണിങ്സ് എന്താണ്, റിഗാർഡിംഗ് ഫേക്ക് യൂണിവേഴ്സിറ്റി. ഇവൻ ഫേക്കാണ്, ഇവൻ്റെ അടുത്ത് പോയി പഠിച്ചാൽ നിങ്ങൾക്ക് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ PSC പോയി കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ അതാണ് ഇവരുടെ മെയിൻ ആയുധം എന്ന് പറയുമ്പോഴത്തേക്കും. യൂണിവേഴ്സിറ്റി UGC പറയുന്ന നിയമപ്രകാരമുള്ള കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പിഴ എത്ര എന്നറിയാവോ? 1000 രൂപയേ ഉള്ളൂ. 1000 രൂപ അടച്ചാൽ പിഴ തീർന്ന്. പക്ഷെ എന്താ സംഭവം, ഇവർ അംഗീകാരം റദ്ദാക്കി കളയും. അതുകൊണ്ടാണ് പേടിച്ചിട്ട് UGC പേടിയാണ് യൂണിവേഴ്സിറ്റിയൊക്കെ. ഇപ്പോൾ ഒരുപാട് നാക്ക് അല്ലേ, ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതെല്ലാം പഠിപ്പിച്ചു തരും, പേടിക്കണ്ട കേട്ടോ, അതെല്ലാം ചോദിക്കും നമുക്ക്. അപ്പോൾ നിലവിൽ പിഴയെന്ന് പറയുമ്പോഴത്തേക്ക് 1000 രൂപയേ ഉള്ളൂ. അത് പണ്ടത്തെ 56 നിയമപ്രകാരമാണ്. എന്നാൽ എന്താണ് ഈ പറഞ്ഞ റെക്കഗ്നേഷൻ എന്ത് ചെയ്യും, എടുത്തങ്ങ് കളയും അല്ലേ. അതാണ് എല്ലാവർക്കും പേടി. അപ്പോൾ എന്ത് ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യുക ആരെ, യൂണിവേഴ്സിറ്റികളെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ദി ആക്ടിന്റെ ഫ്രെയിം വർക്കിനകത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളെയും സ്ഥാപനങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുക. ആ റെക്കഗ്നൈസ് ചെയ്തവരുടെ പബ്ലിക് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ. അതിനോടൊപ്പം നാട്ടുകാർക്ക് വാർണിംഗ് കൊടുക്കുക ഫേക്ക് യൂണിവേഴ്സിറ്റിയെ പറ്റി അല്ലേ. അതുപോലെ പ്രിപ്പയർ ആൻ ആനുവൽ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കണം. അതുപോലെ അത് റിപ്പോർട്ട് തയ്യാറാക്കി വായിച്ചാൽ മാത്രം മതിയോ, ഫോർവേഡ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് ഫോർ ലേയിങ് ബിഫോർ ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെന്റ്. രണ്ട് ഹൗസ് ഉണ്ടല്ലേ, രാജ്യസഭയും ലോകസഭയും. ഈ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും എന്താ അയച്ചു കൊടുക്കണം, ആനുവൽ റിപ്പോർട്ട് അയച്ചു കൊടുക്കണം. ആനുവൽ റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം. പണ്ടത്തെ ചരിത്രം മുതൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ, എത്ര പേര് എൻറോൾ ചെയ്തു, എത്ര പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു, എത്ര പേര് പരാജയപ്പെട്ടു അല്ലേ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആനുവൽ റിപ്പോർട്ട് തയ്യാറാക്കി രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും അയച്ചു കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ അവയുടെ മണ്ടേറ്റിൽ പറയുന്നത്. ഒന്നും കൂടെ നമുക്ക് നോക്കാം. പ്രൊമോട്ട് ആൻഡ് കോർഡിനേറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നമ്പർ 1. നമുക്ക് ഇനി പ്രത്യേകം പറഞ്ഞേണ്ട കാര്യമില്ല. ഡിറ്റർമൈൻ ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്, എക്സാമിനേഷൻ ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റീസ്. പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഫ്രെയിം റെഗുലേഷൻസ് ഓൺ മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ. പറഞ്ഞു തരേണ്ട കാര്യമില്ല. മോണിറ്റർ ഡെവലപ്മെന്റ്സ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ. പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇൻക്വയർ ഇൻ ടു ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. Allocate and disburse grants from the UGC fund as authorized by the Act. Recommend measures required for improvement of university education. Act as a vital link among higher educational institutions as well as സ്റ്റേറ്റും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് 3 പേരുമായിട്ട് അവയെ ലിങ്കേജ് ആക്കി പ്രവർത്തിക്കുക. അതുപോലെ അഡ്വൈസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ മെഷേഴ്സ് നീഡഡ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നന്നാവുന്നതിന് വേണ്ടിയിട്ട് 2 ടീമിനും വേണ്ട ഉപദേശം കൊടുക്കുക. അതുപോലെ കളക്ട് ആൻഡ് ഡിസമിനേറ്റ് ഇൻഫർമേഷൻ. എവിടെ നിന്നൊക്കെ എബ്രോഡ്, പുറത്തുനിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുക്കുക, നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക അല്ലേ. നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ പരിപാടി. അയൽക്കൂട്ടക്കാരെന്ത് ചെയ്യും, വാർത്തകളെല്ലാം കളക്ട് ചെയ്യും, എത്തിക്കേണ്ട സ്ഥലത്തെല്ലാം ഡിസമിനേറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ, ആ പരിപാടി. ഇനി റെക്കഗ്നേഷൻ കൊടുക്കുക അല്ലേ, യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ അയൽക്കൂട്ടം വേണമെങ്കിലും നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ, എന്തിൽ, ട്രയലിൽ റെക്കഗ്നൈസ്. അപ്പോൾ അടുത്തെന്താണ് റെക്കഗ്നേഷൻ കൊടുക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. റെക്കഗ്നൈസ് ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആക്ടിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ എന്ത് ചെയ്യുക, ഫേക്ക് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നാട്ടുകാരെ അറിയിക്കുക. അതുപോലെ പബ്ലിക് ലിസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് 2 ഹൗസിനും രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും അയച്ചു കൊടുക്കുക എന്നുള്ളതും അതിൻ്റെ മാൻഡേറ്റുകളിൽ പെടുന്നു. ആൻഡ് സോ നൗ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ടൈം. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ചെക്ക് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് 2023 ചോദിച്ചിരിക്കുന്നു, which were the 3 universities that came under University Grants Committee which was formed based on the Sargent Report 1944-45. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ്? വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം. ഏതാണ്? പഞ്ചാബില്ല, അലിഗർ ഉണ്ട്, കൽക്കട്ട ഇല്ല, JNU ഇല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് അലിഗർ, ബനാറസ്, ഹിന്ദു ആൻഡ് ഡൽഹി. ആണ് ഉത്തരം അല്ലേ. ആണ് ഉത്തരം നമുക്കറിയാം.
അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 നിങ്ങൾ അതിന് ഉത്തരം പറയണം കേട്ടോ. ഒന്ന് ശരിയാണെന്ന് നോക്കാം. UGC ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ടു റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. പക്ക സിമ്പിൾ ശരിയായ ഉത്തരം അല്ലേ, നമ്മൾ ശരിയെന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ എലിമിനേഷനിലേക്ക് പോകാം. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അത് വേണമെങ്കിൽ ഇവിടെ കിടക്കട്ടെ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് കിടക്കട്ടെ. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയാം. കാരണം എന്താണ്, 1 ശരിയാണ്. രണ്ടാമത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 2 UGC ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ കോർഡിനേഷൻ. ശരിയാണ്, കോർഡിനേഷൻ ഉണ്ട്. ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, രണ്ടും ശരിയാണ് അല്ലേ. ഉത്തരം വളരെ ലളിതമായിട്ടുള്ള ഉത്തരം എ ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ യൂണിയൻ ഗവൺമെന്റ് ഡിസൈഡഡ് ദാറ്റ് ഓൾ കേസസ് പെർട്ടൈനിങ് ടു ദ അലോക്കേഷൻ ഓഫ് ഗ്രാന്റ്സ് ഇൻ എയ്ഡ് ഫ്രം പബ്ലിക് ഫണ്ട്. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നതല്ല. 2024-25 ആനുവൽ റിപ്പോർട്ട് നിങ്ങൾ എടുക്കണം. UGCയുടെ ഒഫീഷ്യൽ ആനുവൽ റിപ്പോർട്ടിൽ അതിൽ ആദ്യം UGC ജെനസിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 952 ഉത്തരം. എന്നാലും നെറ്റിൽ കൊടുത്തിരുന്ന ഉത്തരം തെറ്റായിരുന്നു. ആ ക്വസ്റ്റിൻ്റെ ബാക്കി ചരിത്രം എനിക്ക് ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട് മിക്കവാറും. അതുകൊണ്ട് ഞാൻ ഇൻഡു ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സംഭവമാണ് ഫോർമൽ ഇനാഗുറേഷനിലേക്ക് നയിക്കുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്. 952 ഉത്തരം. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് റിഗാർഡിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിവേഴ്സിറ്റി. UGCയുടെ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസ് റെസ്പോൺസിബിലിറ്റി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ടു കോർഡിനേറ്റ് ആൻഡ് ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റീസ്. അത് ശരിയാണ്, തെറ്റല്ല. ടു ഡിസ്ബേഴ്സ് ഫിനാൻഷ്യൽ ഗ്രാന്റ്സ് ഫ്രം പബ്ലിക് ഫണ്ട്സ് ടു റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ്. ശരിയാണ്. To maintain administrative discipline and resolve student grievances on university campuses. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ഇത് ഇൻക്ലൂഡ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ് ഇഷ്യൂസിനെ എല്ലാം അഡ്രസ് ചെയ്യുന്നുണ്ട് നമ്മുടെ UGC നിയമം എന്ന് പറയുമ്പോഴത്തേക്കും. നോക്കാം, അടുത്ത് നോക്കാം. ടു അഡ്വൈസ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓൺ മെഷേഴ്സ് ടു ഇംപ്രൂവ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ തന്നെയാണ് ഇവിടെ. ഇവിടെ വേറെ ഏതെങ്കിലും ലോവർ എഡ്യൂക്കേഷനോ അല്ലെന്നുണ്ടെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷനോ സെക്കൻഡറി എഡ്യൂക്കേഷനോ ആണെന്നുണ്ടെങ്കിൽ ഇതായാണ് ഉത്തരം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഹയർ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ഇതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഉത്തരം ഏതാണ്? ഇതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ ക്യാമ്പസിനകത്തുള്ള കാര്യങ്ങൾ ആരുടെ ഉത്തരവാദിത്വമാണ്? യൂണിവേഴ്സിറ്റിയുടെ അല്ല, UGCയുടെ അല്ല, യൂണിവേഴ്സിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന കാര്യം മനസ്സിലാക്കുക. എന്തായാലും UGC അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റെഗുലേഷൻസ് കൊടുക്കാറുമുണ്ട് കേട്ടോ. ഓക്കെയാണ് പറഞ്ഞത്. ക്ലിയർ അല്ല മക്കളെ? ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാം. വിച്ച് among the following is the statutory function of the UGC? അപ്പോയിൻമെന്റ് ടീച്ചിങ് ഫാക്കൽറ്റി സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻ അല്ല. കൺട്രോൾ എക്സാംസ്, ഡിറ്റർമൈൻ ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച്. യെസ്, ഇതാണല്ലേ. ഓക്കെ, അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് കരിക്കുലം അല്ലേന്ന് ചോദിക്കും. ഡെവലപ്മെന്റ് ഓഫ് കരിക്കുലം അവരുടെ ഉത്തരവാദിത്തമല്ല. അതിനുവേണ്ടി ഗൈഡ് ലൈൻസ് അവർ കൊടുക്കണം. അതുപോലെ കൺട്രോൾ ഓഫ് എക്സാംസ് അവരുടെ ഉത്തരവാദിത്തമല്ല. എക്സാം കൺട്രോൾ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടത് ആരാണ്? UGC ആണ് കേട്ടോ. ഇത് നമ്മുടെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഏതാണ്? ഡിറ്റർമൈൻ ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ UGC? എസ്റ്റാബ്ലിഷ് ഇൻ 1956 എന്ന് പറഞ്ഞാൽ അത് ശരിയുമാകാം തെറ്റുമാകാം. എസ്റ്റാബ്ലിഷ് ഇൻ 1956 എന്തായാലും തെറ്റാകാൻ വേണ്ടി അങ്ങനെ കൊടുക്കില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നത് 1956 1953 എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ ശരിയായിരിക്കും. ബാക്കി വായിച്ചു നോക്കാം. ടാസ്ക്ഡ് വിത്ത് പ്രൊമോട്ടിംഗ് കോർഡിനേറ്റിംഗ് ഹയർ എഡ്യൂക്കേഷൻ. ശരിയാണ്. റിസീവ്സ് പ്ലാൻ ഓർ നോൺ പ്ലാൻ ഫണ്ട്സ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ്. ശരിയാണ്. കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള സ്ഥാപനമാണ്. റിസീവ്സ് ഫണ്ട് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കേരള ഗവൺമെന്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റി കൊടുക്കാൻ വേണ്ടി കുറച്ച് ഫണ്ട് എടുത്ത് UGC കൊടുക്കുമെന്ന് പറഞ്ഞാൽ അടി പറ്റിച്ചു കൊടുക്കണം അല്ലേ. ചുമ്മാ സിമ്പിൾ നമ്മുടെ ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം അടുത്തത് ഇതെല്ലാം നമ്മുടെ UGC നെറ്റിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Which of the following is not the responsibility of UGC? Regulate quality, responsibility ആണ്. Maintain discipline campuses, responsibility അല്ല. ഫണ്ട് റിസർച്ച് ആണ്. സജസ്റ്റ് മോഡൽ കരിക്കുലം. കണ്ടോ, കരിക്കുലർ ബന്ധപ്പെട്ട് മോഡൽ കരിക്കുലം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? ഇതാണ് റെസ്പോൺസിബിലിറ്റി അല്ലാത്തത്. ഓക്കെ, ഇനി UGC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ആരുടെയാണ്?
യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അത് വന്നത് അല്ലേ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾക്ക് എല്ലാം ഉത്തരം എഴുതാൻ പറ്റും. ഇനി അങ്ങോട്ട് പോകുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. എടാ PYQ അല്ല, മോഡലാണ്. UGC സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, മറന്നു പോകണ്ട, ഉത്തരം ബി ആണ്. അതുപോലെ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ UGC കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 28 ഡിസംബർ 1953. അത് നമുക്ക് ശരിയാണ്, ശരിയായ പ്രസ്താവനയാണ് അല്ലേ. ഓക്കെ, ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ശരിയായവ ചോദിച്ചിരിക്കുന്നത് ഒന്ന് ശരിയായതുകൊണ്ട് നമുക്ക് ഇത് വെട്ടിക്കളയാം. 2, ഇറ്റ് ഫംഗ്ഷൻ ഇനിഷ്യലി ഇൻ എ നോൺ സ്റ്റാറ്റ്യൂട്ടറി എക്സ്പെരിമെന്റൽ കപ്പാസിറ്റി, അതും ശരിയാണ്. 2 ശരിയായതുകൊണ്ട് നമുക്ക് ഇതും വെട്ടിക്കളയാം. ഇറ്റ് ബിക്കെയിം എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആക്ട് 1956, 3 ശരിയാണ്. അപ്പോൾ ഇത് വെട്ടിക്കളയാം, ഉത്തരം ഡി ആണ്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The Surgeon report which recommended a university grants committee as part of a national education plan was submitted in the year. ഏത് വർഷമാണ്? 1944 സർജൻ റിപ്പോർട്ട് വരുന്നത് അല്ലേ, മറന്നു പോകണ്ട. അടുത്ത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി. നോക്കൂ, ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇയർ 1945. ശരിയാണ്. 44 നമ്മുടെ സർജന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു, 45 അത് കമ്മിറ്റി നിലവിൽ വന്നു. അപ്പോൾ ഒന്ന് ശരിയായത് കൊണ്ട് നമുക്ക് ഏതൊക്കെ എടുക്കാം? എ എടുക്കാം, സി എടുക്കാം, ഡി എടുക്കാം, ബി ഒരിക്കലും വരില്ല. അപ്പോൾ ശരിയല്ലേ വെച്ചിരിക്കുന്നത്? ഇറ്റ് വാസ് സെറ്റപ്പ് ടു ഓവർസീ ദ 3 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അതെ, 3 മാത്രമേ അന്ന് വന്നോളൂ. അതുകൊണ്ട് അതും ശരിയായ ഉത്തരമാണ്. അതുകൊണ്ട് നമുക്ക് ഏതെടുക്കാം? ഏത് കളയാം? സി കളയാം അല്ലേ. ഇനി JNU വാസ് വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് അണ്ടർ ഇറ്റ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ഇതൊരിക്കലും വരില്ല, ഉത്തരം എ ആയിരിക്കും അല്ലേ. ഉത്തരം എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The 3 universities placed under the first University Grants Committee 1945 were PYQ അല്ലേ. ഏതാണ്? അലിഗഡ്, ബനാറസ് ആൻഡ് ഡൽഹി. ഉത്തരം ബി ആണ്. അതുപോലെ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതുപോലെ താഴെ കറക്റ്റാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇൻ 1947 റെസ്പോൺസിബിലിറ്റി ഓഫ് ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി വാസ് എക്സ്റ്റെൻഡഡ് ടു കവർ ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അല്ലേ. യൂണിവേഴ്സിറ്റി കമ്മിറ്റി ശരിയാണ്. ഓക്കെ, 47 ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ എടുക്കാം? ശരി ചോദിച്ചിരിക്കുന്നു, ഇത് വെട്ടിക്കളയാം. ഇൻ 1952 all cases of grants in aid from public funds to central university were to be referred to UGC വഴി കൊടുത്താൽ മതി എന്ന് 1952 തീരുമാനിച്ചു. ശരിയല്ലേ? ശരിയാണ്. അതുകൊണ്ട് ഇതും വെട്ടിക്കളയാം. The UGC was granted statutory status in 1947. No, statutory status 1956 വന്നത് അല്ലേ. അപ്പോൾ ഇതല്ല, ഉത്തരം എ ആണ്. ഉത്തരം ഏതാണ് മക്കളെ? എ ആണ്. ഓക്കെ, അതുപോലെ അടുത്ത് നോക്കാം. ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49 വിച്ച് റെക്കമെൻഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ എക്സിസ്റ്റിംഗ് കമ്മിറ്റി ആസ് എ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വാസ് ചെയർഡ് ബൈ ആരാ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലെങ്കിൽ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അല്ലേ. ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്, നോക്കാം. ഇറ്റ് റെക്കമെൻഡ് എ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വിത്ത് എ ഫുൾ ടൈം ചെയർപേഴ്സൺ. ശരിയാണ്, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു. ഇറ്റ് റെക്കമെൻഡ് ദാറ്റ് ദ കമ്മീഷൻ ഇൻക്ലൂഡ് എമിനന്റ് എഡ്യൂക്കേഷനിസ്റ്റ് അല്ലേ. നല്ല എഡ്യൂക്കേഷൻ, നല്ല പഠിത്തമുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അതും ശരിയാണ്. ഇത് ശരിയായതുകൊണ്ട് നമുക്ക് ഇത് വെട്ടിക്കൂടെ വെട്ടാം. അപ്പോൾ ഇത് ശരിയാണ്. ഇത് ശരിയായതുകൊണ്ട് ഏതെങ്കിലും വെട്ടാൻ പറ്റുമോ? ഇത് വെട്ടാം. അതുപോലെ ഇറ്റ് സജസ്റ്റഡ് ദ മോഡൽ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി ഓഫ് ദ UK അല്ലെ. UK പോലെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരം ഏതാണ്? ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെയാണ്. ഇനി അടുത്തത് നോക്കാം. ദ UGC വാസ് ഫോർമലി ഇനാഗുറേറ്റഡ് ഓൺ 28 ഡിസംബർ 1953 ബൈ ആരാണ്? മൗലാന അബുൽ കലാം ആസാദ് ആണ് അല്ലേ. നെഹ്റു അല്ല, ആസാദ്. മറന്നുപോകല്ലേ, മാറിപ്പോകരുത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല, ആരാണ്? അബുൽ കലാം ആസാദ്. അതുപോലെ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. കറക്റ്റ് കണ്ടുപിടിക്കുക, ഇൻകറക്റ്റ് കണ്ടുപിടിക്കുക. ക്ഷമിക്കണം, ഇൻകറക്റ്റ് കണ്ടുപിടിക്കുക കേട്ടോ. മാറിപ്പോയിരിക്കണം. ഈ ഇൻകറക്റ്റിൽ വട്ടം ഇട്ടേക്കണം കേട്ടോ, മാറിപ്പോയിരിക്കണം എന്നുണ്ടെങ്കിൽ. ദ UGC ആക്ട് വാസ് ഇനാക്റ്റഡ് ഓൺ 3 മാർച്ച് 1956. എനാക്റ്റഡ് ശരിയാണ് അല്ലേ. എനാക്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അസന്റ് കിട്ടിയെന്ന് അർത്ഥം. അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻകറക്റ്റാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇൻകറക്റ്റ് അല്ല, അതുകൊണ്ട് ഇത് വെട്ടാം, ഇതും വെട്ടാം. The UGC Act 1956 is Act number 3 of 1956. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയാണ്. അതുകൊണ്ട് നമുക്ക് അതും വെട്ടാം. ഉത്തരം ഏതായിരിക്കും മക്കളെ? ഉത്തരം സി ആയിരിക്കും. നമ്മൾ 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് വായിച്ചു പോലും നോക്കാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയില്ലേ. ഇതാണ് എലിമിനേഷൻ ടെക്നിക്കിന്റെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും. നോക്കാം, അടുത്ത് നോക്കാം.
ദ കമൻസ്മെന്റ് ഡേറ്റ് ഓൺ വിച്ച് ദ UGC Act 1950 വാസ് കെയിം ഇൻ ടു ഫോഴ്സ് വാസ് അല്ലേ എന്നാണ് കമൻസ്മെന്റ് എന്ന് പറയുമ്പോൾ 5 നവംബർ 1956 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഫംഗ്ഷൻസ് ഓഫ് ദ UGC. ഇറ്റ് റെക്കമെൻഡ്സ് മെഷേഴ്സ് റിക്വയർഡ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ലേ ശരിയാണ്. അപ്പോൾ അത് ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഉത്തരം നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത് വെട്ടിക്കളയാം. ഇറ്റ് ആക്ട് ആസ് എ വൈറ്റൽ ലിങ്ക് അമംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ഗവൺമെന്റ് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെട്ടാം. ഇറ്റ് അഡ്വൈസസ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓൺ മെഷേഴ്സ് നീഡഡ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അതും ശരിയാണ്. അപ്പോൾ എന്താണ് ഉത്തരം ഡി ആയിരിക്കും അല്ലേ. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ UGC വാസ് സെറ്റ് അപ്പ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി ഓഫ് UK അല്ലേ. അതും നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ എല്ലാ ചോദ്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല മക്കളെ. എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത പടി നിങ്ങളുടെ പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ കൂടുതൽ ചോദ്യങ്ങൾ, അതായത് ഇതിൽ ഡിസ്കസ് ചെയ്ത പോയിന്റിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അസേഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നല്ല വെടിച്ചില് പരീക്ഷയായിരിക്കും തരിക. വെടിച്ചില് പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ ബാച്ചിലേക്ക് വരിക. ബാച്ചിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 9497742944 ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. എന്ത് ചെയ്യുക? അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്കിൽ വഴി നിങ്ങൾ ഗ്രൂപ്പിലേക്ക് വന്നാലും മതി. ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററുടെ നമ്പർ കിട്ടും. ചീഫ് മെന്ററുടെ നമ്പർ കിട്ടും. ചീഫ് മെന്റർ നിങ്ങളെ ബാച്ചിലേക്ക് അലോക്കേഷൻ നടത്തും. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരാം, പരീക്ഷ എഴുതാം, അതുപോലെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ വേറൊരു കാര്യം, കറക്റ്റ് ആയിട്ട് വീക്കിലി എക്സാമിനേഷനിലേക്ക് തൂക്കിയെടുത്ത് വെളിയിൽ കളയും. ആ കാര്യം വ്യക്തമായിട്ട് ഓർക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജോലി നേടാൻ പോവുകയാണ്. എന്ത് ജോലി? നല്ല കിഡിലോസ്കി ജോലി. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നല്ല കിഡിലോസ്കി ജോലി തന്നെയാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ശമ്പളം കൂടുന്നത് ഏതൊക്കെ വഴിയിലാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഈ അതുപോലെ ക്ലാസ് നോക്കുന്ന കൂട്ടുകാരിക്ക് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? റെഫർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും ഇവിടെ സൗജന്യ ക്ലാസ് ഉണ്ടെന്നും അതുപോലെ വരിക, പഠിക്കുക, ജോലി നേടുക. അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു ചലഞ്ച് ഞാൻ നിങ്ങളോട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു 1ാം റാങ്ക്, ഇത്തവണത്തെ ഒരു 1ാം റാങ്ക് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്, നമ്മുടെ ഒരു ആഗ്രഹമാണ്. ആ ഒരു 1ാം റാങ്കിലേക്ക് സഹകാരിയുടെ ചുണക്കുട്ടികൾ വരണം. ഇത് നമ്മുടെ അത്യാഗ്രഹമാണ്. ആ അത്യാഗ്രഹത്തിന് വേണ്ടി നമ്മളിപ്പോൾ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? കട്ടയ്ക്ക് പഠിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അടുത്ത ക്ലാസ് കാണുന്നവരെ കമന്റുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.